വെളിപാട് പുസ്തകമാണ്. ദാനിയലിന്റെ പുസ്തകം. ദാനിയലിനുണ്ടായ എൻകൗണ്ടേഴ്സ് എല്ലാം സ്വപ്നത്തിൽ കൂടെയാണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്നം ദൈവത്തിന്റെ ഒരു ലാംഗ്വേജ് ആണ്. ആക്സ് 2:28 നമ്പേഴ്സ് 12:6-8 വരെ സ്വപ്നം ഒരു ഗിഫ്റ്റ് ആണെന്നതിനെ പ്രതിപാദിക്കുന്നു. ദാനിയൽ 1:17 ദാനിയലിന് ദൈവം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. യേശുവിന്റെ ജനനസമയത്ത് ജോസഫിനോടും മറിയോടും സംസാരിച്ചത് ഡ്രീംസിൽ കൂടെയാണ്. പിന്നെ അതിനുശേഷം യേശു കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് പോകാൻ പറഞ്ഞതും വേറെ ഒരിടത്ത് പോയി താമസിക്കുന്ന അതെല്ലാം സംസാരിക്കുന്നത് സ്വപ്നത്തിൽ കൂടെയാണ്, ജോസഫിന് കൊടുക്കുന്ന സ്വപ്നത്തിൽ കൂടെയാണ്. ദൈവത്തിൽ നിന്നുള്ളതാണോ സ്വപ്നങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. അതായത് സ്വപ്നങ്ങളെ നമ്മൾ ഡിസേൺ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെനസിസ് 20:3 ദൈവം അബ്രഹാമിനെ വിടുവിച്ചതിനെ പറ്റി പറയുന്നു. അതുപോലെ ലാബാൻ അറിഞ്ഞു യാക്കോബ് ഓടിപ്പോയതായിട്ട്. അപ്പൊ 7 ദിവസം യാത്ര ചെയ്ത് യാക്കോബിനെ പിടിക്കാനും കൊല്ലാനും വേണ്ടിയിട്ട് ഗിലെയാദിന്റെ ഒരു ചെരുവിൽ വന്നു, മറ്റേ ചെരുവിൽ യാക്കോബ് ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം സ്വപ്നത്തിൽ ലാബാന്റെ അടുത്ത് ഇറങ്ങി യാക്കോബിന് നന്മയോ തിന്മയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് സ്വപ്നത്തിൽ കൂടെ കിട്ടിയ ആ ഒരു ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടിനനുസരിച്ച് യാക്കോബിനോട് ഉപദ്രവം ചെയ്യാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൽപ്പത്തി 31:24 ലാബാനെ സ്വപ്നത്തിൽ കൂടെ ദൈവം തടഞ്ഞതായിട്ട് നമുക്ക് കാണാം. പിന്നെ സങ്കീർത്തനങ്ങൾ 121 അതിനെപ്പറ്റി കാണുന്നു. സ്വപ്നങ്ങൾ കണ്ടാൽ അതിൽ സൂപ്പർ നാച്ചുറൽ ഡോർസ് ഉണ്ടാകാം. സ്വപ്നത്തിൽ കൂടെ നമുക്ക് അറ്റാക്സ് ഉണ്ടാവാം. ഉൽപ്പത്തി 28:12 പറയുന്നു, യാക്കോബിന്റെ സ്വപ്നം സ്വർഗത്തോളം ഭൂമിയിൽ നിന്നുള്ള ഒരു കോവണി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കഴിയുന്നിടത്തോളം സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഡയറി എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. ദാനിയേൽ 2:1 നെബൂഖദ്നേസർ സ്വപ്നം കണ്ട് വ്യാകുലപ്പെട്ട് അവന് ഉറക്കമില്ലാതെ ആയതായിട്ട് പറയുന്നു. സ്വപ്നങ്ങളുടെ ഡോർ, അതായത് സ്വപ്ന മണ്ഡലങ്ങളുടെ ഡോറ് നമുക്ക് അടയ്ക്കാൻ കഴിയും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുക. അങ്ങനെയാണ് നമുക്ക് അതിനെ അടയ്ക്കാനായിട്ട് പറ്റുന്നത്. ജഡ്ജസ് 7:13-15 വരെ ഒരു മനുഷ്യനെ ശക്തീകരിക്കാനും ശത്രുവിന്റെ പാളയത്തിൽ ദൈവം സ്വപ്നത്തിൽ കൂടി ഇറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ കൂടെ ബലപ്പെടാം, കോൺഫിഡൻസ് കിട്ടാം, അതേപോലെ തന്നെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യാം. സ്വപ്നങ്ങളിൽ ശലോമോൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. 1 കിങ്സ് 3:5-15 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചത്, ദൈവം സ്വപ്നത്തിൽ ശലോമോന് നിനക്ക് വേണ്ടുന്ന വരം എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. അവൻ ന്യായപാലനത്തിനുള്ള വിവേകം ചോദിച്ചു. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ ശോധന ചെയ്യാനും ഒരു പക്ഷേ സ്വപ്നങ്ങൾ യൂസ് ചെയ്യാം. ദൈവം ശലോമോന്റെ ആ ആഗ്രഹം സാധിച്ചതോടൊപ്പം തന്നെ അതിലധികം കൂടെ ശലോമോന് നന്മകളെ കൊടുത്തു. ഉൽപ്പത്തി 31:10-12 വരെയുള്ള വാക്യങ്ങളിൽ സ്വപ്നത്തിൽ ഈവൻ ഒരു ടെക്നോളജി, അതായത് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാലുള്ള ഹൈബ്രിഡ് ബ്രീഡിങ്ങിന്റെ ടെക്നോളജി വരെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ കൂടെ ദൈവം പറഞ്ഞു കൊടുത്തതായിട്ട് കാണിക്കാം. മത്തായി 1:20, 2, 12, 13, 19, 20, 27:19 അതിലൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളുടെ കാര്യങ്ങൾ കാണാം. ബൈബിളിൽ ആകെ 21 സ്വപ്നങ്ങളെ പറ്റിയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് മാത്രം ഒരു സ്ത്രീക്ക് സ്വപ്നം കണ്ടതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഹെരോദാവിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ സ്വപ്നമാണ്. പിന്നെ ഡ്രീംസിന് സൂപ്പർ നാച്ചുറൽ ഡോർസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില ചരിത്രങ്ങളിൽ ചിലര് പറയുന്നുണ്ട്, ചില ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്, സ്വപ്നങ്ങളെ പറ്റി പഠിക്കുന്ന ആൾക്കാരൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ അവരെ സംബന്ധിച്ച് ഡിവൈനായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അവര് ചിന്തിക്കുന്നത്. പക്ഷെ അത് ഡെമോണിക് പ്ലേസസ് ആയിരിക്കും. അവിടെ സ്വപ്നങ്ങൾ ലഭിക്കാൻ വേണ്ടി അവിടുന്ന് സ്വപ്നങ്ങളിൽ കൂടെ അവർക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരവിടെ പോയി താമസിക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പൊ എന്തൊരു സ്പിരിറ്റിനും ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനുഷ്യനിൽ കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വപ്നത്തിൽ കൂടെ അവന്റെ ശരീരത്തിനെ ആക്സസ് ചെയ്യാം, ഡിസ്ട്രാക്ട് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാനും പറ്റും. സ്വപ്നങ്ങൾ കണ്ടാൽ ഈവൻ നമ്മുടെ വികാരങ്ങൾ പോലും ചലിക്കപ്പെടും.
പക്ഷെ നാം അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനെ തടുക്കാൻ കഴിയും. ജൂഡ് 1:8 സ്വപ്നങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് ഇവയെ നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്നും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു. സ്വപ്നങ്ങളെ കറക്റ്റായി ഡിസേൺ ചെയ്യണം. യേശുവിന്റെ രക്തത്താൽ ഈ മണ്ഡലത്തെയും അടയ്ക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നലെ പറഞ്ഞതെന്നാണ് എന്റെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. സ്വപ്നങ്ങളെ കുറിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ മുമ്പിലോട്ട് വരിക. ഒരു ഗംഭീരമായ ഒരു വിഷയമാണ്, വളരെ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ ഇത്രയും പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അതിന്റെ ഡെപ്ത്, കാരണം ഒരു ഭയങ്കര വിഷയമാണ്, ഒത്തിരി യങ്സ്റ്റേഴ്സ്, ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി പേർ നമ്മുടെ ഈ ക്ലാസ്സിന് വരുന്ന പ്രിയ ജോൽ ബ്രദറിന് തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരു ആഴമായ കാര്യങ്ങൾ ജോൽ ബ്രദറിന്റെ മുമ്പിൽ ദൈവം തുറന്നു. ജോൽ ബ്രദർ ഈ ക്ലാസ്സിന് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യുക. ഇതിന്റെ അകത്ത് കിടക്കുന്ന ഒരു മിസ്റ്ററീസ് ദൈവം നിങ്ങളുടെ മേൽ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റൈറ്റ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ബാക്കിയുള്ള ക്ലാസ്സിലേക്ക് പോകാം. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്യുക. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിലേക്ക് പോകാം. റൈറ്റ്, ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയതായിരുന്നു സ്വപ്നങ്ങൾ ഡിഫറെന്റ് തരങ്ങളിൽ കിട്ടാം, ഡിഫറെന്റ് രീതികളിൽ കിട്ടാം എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. ബൈബിളിൽ ടോട്ടലി 21 സ്ഥലത്ത് സ്വപ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ 10 എണ്ണം പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നമുക്ക് ആ വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോകാം. റൈറ്റ്, ബൈബിളിൽ 21 സ്ഥലങ്ങളിൽ ഡ്രീംസിനെ കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡ്രീംസ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അബീമലേക്ക് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ ആണോ? ഓക്കെ ശരി. ബൈബിളിൽ 21 സ്ഥലത്ത് ഡ്രീംസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ബൈബിളിൽ 21 സ്ഥലത്ത് ഡ്രീംസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ 10 എണ്ണം ഉൽപ്പത്തി പുസ്തകത്തിലാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കി മുമ്പിലോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കത്തില്ല, പക്ഷെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞ് മുമ്പിലോട്ട് പോകുക, കാരണം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ളതുണ്ട്. അബീമലേക്കിന് സ്വപ്നങ്ങൾ കൊടുത്തതിനെ കുറിച്ചാണ് ബൈബിളിൽ തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ അത് വായിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബീമലേക്കിനോട് പറയുന്നു, അബ്രഹാമിന്റെ ഭാര്യയെ നീ തുടരുത്, അതൊരു പ്രവാചകന്റെ ഭാര്യ, നീ വിട്ടുകൊടുക്കുക, ഇല്ലെങ്കിൽ നീയും നിന്റെ ഗൃഹവും മരിക്കേണ്ടി വരും. അബീമലേക്ക് ഭയപ്പെട്ടു പോയി. നമ്മൾ ആ ചരിത്രം കണ്ടു, നമ്മൾ അത് വായിക്കുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ രണ്ടാമത്തെ സ്വപ്നം യാക്കോബിന്റെ ഏണി. യാക്കോബ് കാണുന്ന ഒരു സ്വപ്നമാണ്, സ്വർഗത്തോളം ഉയരമുള്ള ഒരു ഏണി. അതെവിടെയാ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആ വേർഡും വായിച്ചായിരുന്നു. രണ്ടാമത്തെ സ്വപ്നം. ഓക്കെ, ഞാൻ മുമ്പിലോട്ട് പോട്ടെ. ദൈവമക്കൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. മൂന്നാമത്തെ വേർഡ്, യാക്കോബിനെ ദൈവം തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകാൻ ദൈവം ഇറങ്ങി തന്നോട് സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 10 മുതൽ 13 വരെ. ആ വേർഡ് ഒന്ന് വായിക്കാമോ? നമ്മൾ ഇന്നലെ അത് വേർഡ് വായിച്ചതാ. യാക്കോബിനോട് പറയുന്നു, യാക്കോബേ ആടുകൾ ചമയെടുക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവും ഉള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുവും ഉള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. യാക്കോബിനോട് പറയുക, നീ തിരിച്ചു ബഥേലിലേക്ക് പോക, നീ ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. നീ തിരിച്ച് യാക്കോബിനെ തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വിളിക്കുക. ഏത് വീട്ടിലേക്കാ? തന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ. അവിടുന്ന് ഓടി വന്നതാ. സോ അവിടേക്ക് മടങ്ങിപ്പോകാൻ യാക്കോബിനോട് ദൈവ സ്വപ്നത്തിൽ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ? സ്വപ്നങ്ങൾ
നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവ സ്വപ്നങ്ങളിൽ ഇടപെടുന്നത് കാണാം. പ്രത്യേകിച്ച് അബ്രഹാമിനെ ഇതേണ്ട അബീമലേക്കിന്റെ കാര്യത്തിൽ തടഞ്ഞത് കാണാം. യാക്കോബിനോട് ദൈവം ഇടപെടുന്നത് കാണാം. അടുത്തത് ലാബാനെ വാൺ ചെയ്യുന്നത്, യാക്കോബിനെ തൊട്ടുപോയേക്കരുതെന്ന്. നമ്മൾ അത് വായിക്കേണ്ട, നമ്മൾ ഇന്നലെ അത് കണ്ടതാ. യാക്കോബിനെ തൊട്ടുപോയേക്കരുത്, അവനോട് ഗുണമോ ദോഷമോ നീ ചെയ്തേക്കല്ല്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വേർഡ്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 5ാമത്തെയും 6ാമത്തെയും ഡ്രീംസ് ജോസഫിന്റെ ഡ്രീംസാ. നമ്മൾ അത് ഒന്ന് റെഫറൻസ് നോട്ട് ചെയ്ത് വെച്ചോ, ഇപ്പം വായിക്കേണ്ട, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. ഇതൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ്, ബ്യൂട്ടിഫുൾ ടോപ്പിക്. ജോസഫിന്റെ സ്വപ്നം എന്തോ? ജോസഫ് കണ്ട 2 സ്വപ്നം. ഒന്ന്, കറ്റ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. 2ാമത്തെ സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. അതാണ് 5ാമത്തെയും 6ാമത്തെ ഡ്രീംസ്. അതെവിടെയാ റെക്കോർഡ് ചെയ്തേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെ. ഇനി അടുത്തത് 7ാമത്തെ ഡ്രീം, ദി കബ്ബേറിന്റെ പാനപാത്രവാഹകന്റെ ചരിത്രം. പാനപാത്രവാഹകൻ, അദ്ദേഹം മുന്തിരി പിഴിഞ്ഞ് രാജാവിന്റെ കയ്യിൽ കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 9 മുതൽ 15 വരെ. കബ്ബേറിന്റെ ചരിത്രം 7ാമത്തെ ഡ്രീം. 8ാമത്തെ ഡ്രീം, ദ ബേക്കേഴ്സ് ബാസ്കറ്റ്സ്, അപ്പക്കാരന്റെ പ്രമാണി. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെ. ഈ 3-4 കാര്യങ്ങൾ നമ്മൾ കാണും. 5ാമത്തെ 6ാമത്തെ 5, 6, 7, 8 ഇത്രയും 8, 9 ഇത്രയും ഡ്രീംസിനെ കുറിച്ച് നമ്മൾ കാണും. 9, 10 വരെയുള്ള ഡ്രീംസ് നമ്മൾ കാണും. അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാം. 9ഉം 10ഉം ഡ്രീം ഫറവോന്റെ ഡ്രീമാണ്. ഫറവോൻ കാണുന്ന പശുക്കളുടെ ഡ്രീമും കതിരിന്റെ ഡ്രീമും. അതാണ് 9ഉം 10ഉം ഡ്രീം. അതെവിടെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 41-ലാണ് അത് റെക്കോർഡ് ചെയ്തേക്കുന്നത്. 11ാമത്തെ ഡ്രീം നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു. ഒരു യവത്തപ്പം ഉരുണ്ടു വരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 7 വേഴ്സ് 13 to 14. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 14 വരെ. റൈറ്റ്. അടുത്തത് 12ാമത്തെ ഡ്രീം, ശലോമോനോട് ദൈവം സംസാരിക്കുന്നത്. ശലോമോന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ എൻകൗണ്ടർ നടക്കുന്നത്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5 മുതൽ 15 വരെ. 12ാമത്തെ ഡ്രീം. 13ാമത്തെ ഡ്രീം നെബൂഖദ്നേസറിന്റെ ബിംബത്തെ കുറിച്ചുള്ളത്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം. 14ാമത്തെ ഡ്രീം, നെബൂഖദ്നേസർ കാണുന്ന ഒരു ഭയങ്കര വൃക്ഷം. നിങ്ങൾക്ക് ഈ വേർഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? നെബൂഖദ്നേസർ കാണുന്ന ഒരു ഡ്രീം ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു സ്ലൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് സ്ലൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് മെറ്റലുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്റ്റാച്യു, ഒരു ബിംബം. അത് ഓരോ കിങ്ഡത്തെ ചിത്രീകരിക്കുന്നതാണ്. ഡിഫറെന്റ് മെറ്റൽസ്, അതിന്റെ കാലഘട്ടങ്ങളെ ചിത്രീകരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം. 14ാമത്തെ ഡ്രീംസ്, നെബൂഖദ്നേസർ കാണുന്ന ഒരു മഹാവൃക്ഷം, അതിനെ വെട്ടിക്കളയുന്നത്. അത് നെബൂഖദ്നേസർ രാജാവ് തന്നെയായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം. തന്റെ കിങ്ഡത്തെ, തന്റെ രാജ്യത്തെ ദൈവം വെട്ടിക്കളഞ്ഞു. തന്നെ 7 വർഷം ദൈവം കാട്ടിൽ പുല്ലു തിന്നാൻ വിട്ടു. അതിനുശേഷം താൻ മടങ്ങി വരുന്ന ചരിത്രങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതാണ് സ്വപ്നം. നിങ്ങൾ നോർത്തെ സ്വപ്നങ്ങളുടെ ഇമ്പോർട്ടൻസ് കണ്ടോ? സ്വപ്നങ്ങളുടെ ഇമ്പോർട്ടൻസ്. അടുത്തത് ദാനിയേൽ കാണുന്ന മൃഗത്തിന്റെ സ്വപ്നം. ഈ മൃഗം എന്നൊക്കെ പറയുമ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിമ്പിൽ വ്യാഖ്യാനമുണ്ട്. കടലെന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ജനസമുദ്രം, ജനങ്ങളുടെ അകത്തുനിന്ന് കയറി വരുന്ന ഒരു ഗവൺമെന്റിനെ ചിത്രീകരിക്കുന്നതാണ് ഈ ബീസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ കടലിൽ പോയി നോക്കിയാൽ വേറെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. റൈറ്റ്? അത് ജനങ്ങളുടെ അകത്തുനിന്ന് കയറി വരുന്ന അതുപോലത്തെ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റിനെ കാണിക്കുന്നതാ, ഒരു സിസ്റ്റത്തെ കാണിക്കുന്നതാ ഈ മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. 15ാമത്തെ ഡ്രീംസ്, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം. 16 മുതൽ 20 വരെയുള്ള ഡ്രീംസ് യേശു കർത്താവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതെവിടെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്?
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം തൊട്ട് 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വരെ. 21-ാമത്തെ ഡ്രീംസ്, പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദൈവം കൊടുക്കുന്ന ഡ്രീംസ്. ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. മത്തായിയുടെ സുവിശേഷം 27:19. റൈറ്റ്, 21 ഡ്രീംസിനെ കുറിച്ച് കണ്ടു. ഓക്കെ, ഈ മത്തായിയുടെ സുവിശേഷം 27:19 ടീച്ചറെ. എനിക്ക് ഇന്ന് നെറ്റ്വർക്ക് കുഴപ്പമില്ലാതെ വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. 21 ഡ്രീംസിനെ കുറിച്ച് ബൈബിളിൽ കാണാം. 21 ഡ്രീംസ് കണ്ടോ. ഞാൻ നിങ്ങളോട് ഇനി 1-2 കാര്യങ്ങളും കൂടെ സംസാരിച്ചോട്ടെ. 21 ഡ്രീംസിനെ കുറിച്ച് കാണാം. നമ്മൾ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്ന മെത്തേഡിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ നോക്കും. സ്വപ്നമല്ലേ, അത് ഞാൻ കണ്ടതല്ലേ, എനിക്കത് ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എന്നെ പല സമയത്തും വിടുവിച്ചിരിക്കുന്നതും എന്നെ ഗൈഡ് ചെയ്തേക്കുന്ന സ്വപ്നത്തിലാണ്. എന്നെ സ്വപ്നത്തിലാണ് ദൈവം ഗൈഡ് ചെയ്യുന്നത്. എവറി ഡേ, എവറി സിംഗിൾ ഡേ, മിക്കവാറും എനിക്ക് ദൈവ സ്വപ്നങ്ങളെ തരും. എവറി സിംഗിൾ ഡേ. ആ സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യം ദൈവം എനിക്ക് കാണിച്ചു. ഇന്ന് നിന്നെ ഒരാൾ വിളിക്കും, ഇന്ന് നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് അയക്കും, ഇന്ന് ഞാൻ നിന്നെ ഒരാളുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ രാത്രി സ്വപ്നം കാണും. എനിക്കിത് ആദ്യമേ അറിയത്തില്ല. ഞാൻ കൊച്ചിലെ മുതലേ സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ എന്തുവാന്ന് മനസ്സിലാകത്തുമില്ല. ഒത്തിരി ഒന്നും ഓർക്കുന്ന പോലുമില്ല, അറിയത്തില്ല. പക്ഷെ പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ സ്വപ്നങ്ങളുടെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അയ്യോ, എത്ര കാര്യങ്ങൾ. ഞാൻ പല ഡേഞ്ചറുകളിൽ നിന്ന് മാറിപ്പോയത് സ്വപ്നത്തിലാണ്. നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ആൻഡമാനിൽ പോകുന്ന ചരിത്രങ്ങളൊക്കെ, ആൻഡമാനിൽ പോയ ചരിത്രങ്ങളൊക്കെ. പക്ഷേ ഞാൻ ആൻഡമാനിൽ പോകുന്നതിന് മുമ്പേ 2004 ഒക്ടോബർ മാസത്തിൽ എനിക്ക് ദൈവം ഒരു സ്വപ്നം തന്നു. സുനാമി അടിക്കാൻ പോവാ. 2004 ഡിസംബർ 26 സുനാമി അടിക്കുന്നത്. പക്ഷെ അതിന്റെ 2-3 മാസങ്ങൾക്ക് പുറകിൽ ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. അതിന്റെ ബേസിലാ ഞാൻ ആൻഡമാനിൽ മിഷന് വേണ്ടി പോകുന്നത്. ഒരു സ്വപ്നത്തിന്റെ ബേസിലാ. ഞാൻ അന്ന് സ്വപ്നം കണ്ടു. ഞാൻ പോയി എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു. അത് കഴിഞ്ഞു. ഇതൊക്കെ സുനാമിയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് കേട്ടിട്ട് പോലില്ല വേർഡ്. പക്ഷേ 26-ാം തീയതി, ഡിസംബർ 26-ാം തീയതി സുനാമി അടിച്ചു. പിറ്റേ ദിവസം മൺഡേ രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോൾ 2-3 ഒരു ഗ്ലിംസ്, ഒരു പിക്ചർ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കിടപ്പാണ്. യെസ് ടീച്ചറെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം ആയിരുന്നു തോന്നുന്നു. ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട് ടീച്ചറെ, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. റൈറ്റ്, ഓക്കെ. ഞാൻ ആ പേപ്പർ എടുത്തോണ്ട്, ന്യൂസ് പേപ്പർ എടുത്തോണ്ട് ഓടി പാസ്റ്റർ എടുക്ക ചെന്നു. പാസ്റ്ററെ കാണിച്ചു കൊടുത്തു. പാസ്റ്റർ, ഞാൻ ഇതാ സ്വപ്നം കണ്ടത്. 50-100 കണക്കിന് ശവങ്ങളെ ഒരുമിച്ച് കുഴിച്ചിടുന്ന സ്വപ്നം. അതും കടൽ തീരത്ത് കുഴിച്ചിടുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടേ. എന്നിട്ട് 2006 അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷൻ വർക്ക്, വേൾഡ് മിഷന്റെ വർക്കിന് ഞാൻ പോകാനുള്ള ഒരു സാധ്യതയില്ല. ബെഥേലിജ് ചർച്ചും അസംബ്ലീസ് ഓഫ് ഗോഡും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി ആ വേൾഡ് മിഷന്റെ കൂടെ, ബെഥേലിജ് ചർച്ചിന്റെ കൂടെ പോകാൻ. ഞാൻ അന്ന് ആൻഡമാനിൽ പോവാ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന അന്നാ. എല്ലാം സംഭവിച്ചു. ഞാൻ ഹോട്ടലിലോട്ട് ഞാനും പാസ്റ്ററും കൂടെ കയറുമ്പോൾ ഡോറ് തുറന്ന് ഞാൻ പെട്ടി വെച്ചിട്ട് പാസ്റ്ററോട് ആദ്യം പറഞ്ഞ വേർഡ് ഇങ്ങനെ: പാസ്റ്ററെ, ഞാൻ ഇന്നിവിടെ വരാനുള്ളതിന്റെ കാരണം ഒരു സ്വപ്നമാ. ഒരു സ്വപ്നം ദൈവം എനിക്ക് തന്നതാ. ഒരു സ്വപ്നം ഭയങ്കര ഇമ്പോർട്ടന്റ്. എത്ര സമയത്ത് ഒരു ദിവസം ദൈവം രാത്രിയിൽ എന്നോട് പറഞ്ഞു, നിന്നെ വിഴുങ്ങാൻ വേണ്ടി ഒരു പെരുമ്പാമ്പ് വരുന്നുണ്ട്. അന്ന് പകൽ ഒരാൾ എന്നെ കണ്ടോ? ദൈവം വാൺ ചെയ്യുന്ന കണ്ടോ? അന്ന് വാൺ ചെയ്യുന്ന കണ്ടോ? കർത്താവിനോട് ഒരു ദിവസം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ നടക്കാൻ പോവാ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അന്ന് പകൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കും.
പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഏതിലാണെന്നറിയാമോ? പ്രവാചകന്മാരെ ശ്രദ്ധിക്കും. ഒരിക്കലും പ്രവചനം വേണ്ടെന്നല്ല. യേസ്, പ്രവചനം വേണം. ഞാനും പ്രവചനം അക്സെപ്റ്റ് ചെയ്യുന്നു, കേൾക്കുന്നു, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഡ്രീംസ്. പക്ഷെ അതിനെ ഡിസേൺ ചെയ്യണം. ഡിസേൺ ചെയ്തില്ലെങ്കിൽ വേറെ മെസ്സേജ് ആയിപ്പോവും. അത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഞാൻ അതിന്റെ അടിസ്ഥാനം തൊട്ട് പറയുന്നത് 3 തരത്തിലാണ് ഡ്രീംസ് കിട്ടുന്നത്. എങ്ങനെയൊക്കെയാ കിട്ടുന്നത്? ഡിവൈൻ, നാച്ചുറൽ ആൻഡ് ഡിമോണിക്. 3 തരത്തിൽ ഡ്രീംസ് കിട്ടാം. റൈറ്റ്? ഇനി നമ്മൾ മുമ്പിലോട്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലായത്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇനി അല്പം കൂടെ മുമ്പിലോട്ട് പോകുക. അടുത്ത ചില ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക. റൈറ്റ്? ഒരു ഡ്രീം കണ്ടു, പക്ഷേ അതെന്ത് ചെയ്യണം? ഇനി അനേകരുടെ ചോദ്യം, ഇനി എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഡ്രീംസിനകത്തൂടെ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് ഓർക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. കാരണം ദൈവത്തിന് എന്തോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്തോന്നറിയാമോ? ഡ്രീം ഒക്കെ കണ്ടു, എന്നാ പിന്നെ ഇനി അതിനെക്കുറിച്ച് പിന്നെ ഓർക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം മൊബൈൽ എടുക്കും, അല്ലേ? പക്ഷെ അത് കണ്ട ഡ്രീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, അത് കറക്റ്റ് ഓർത്തെടുക്കാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, ആ കണ്ട ഡ്രീം എഴുതി വെക്കണം. ഞാൻ 2 ദിവസം മുമ്പേ ഒരു സ്വപ്നം കണ്ടു. ഞാൻ നോർമലി സ്വപ്നങ്ങൾ എഴുതി വെക്കുമായിരുന്നു. ഞാൻ ഇപ്പൊ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മൊബൈലിനകത്തോട്ട് ഞാൻ ആ കണ്ട സ്വപ്നം രാത്രി തന്നെ ഉറക്കത്തിന്റെ മൂഡിലായാലും അങ്ങ് റെക്കോർഡ് ചെയ്തിടും. മറന്നു പോകാതിരിക്കാൻ റെക്കോർഡ് ചെയ്തിടും. നിങ്ങൾ ഒന്നിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ മെത്തേഡുകൾ യൂസ് ചെയ്യുക. അത് പിന്നീട് ഒരു ബുക്കിൽ എഴുതുകയോ ഡേറ്റും ടൈമും എല്ലാം ഇട്ട് എഴുതണം. മൂന്നാമത്തെ കാര്യം, അതിന്റെ റൈറ്റ് മെസ്സേജ് മനസ്സിലാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. റൈറ്റ് മെസ്സേജ് മനസ്സിലാകാൻ. ഞാൻ ഇന്നലെ പവർ വിഷനിൽ ഒരു മെസ്സേജ് എടുക്കാൻ വേണ്ടി രാവിലെ പോയി. ഇന്നലെ മറ്റൊരു സ്ഥലത്തായിരുന്നു. പക്ഷെ ദൈവം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതാ, നിന്നെ പവർ വിഷനിൽ നിന്ന് വിളിക്കും, അവിടെ ഒരു അവസരം ദൈവം നിനക്ക് തരും. ദൈവം ഓരോ ദിവസവും, നമ്മൾ ഓർക്കും ഇതൊക്കെ സില്ലി കാര്യം അല്ല. ഇറ്റ് ഈസ് ഓൾ ഗോഡ്സ് പ്ലാൻ. ഇറ്റ് ഈസ് ഫോർ ഓൾ ഗോഡ്സ് ഗ്ലോറി. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന്. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുക, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. നമ്മളെക്കാട്ടിലും കൂടുതൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കണം. അയ്യോ, അവന്റെ ശബ്ദം എത്ര സോഫ്റ്റാ, എത്ര മാധുര്യമേറിയതാ. നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ മണിക്കൂറുകൾ കരഞ്ഞാലും നിങ്ങൾക്ക് കരയുന്ന സങ്കടം കൊണ്ടായിരിക്കത്തില്ല, ആ ദൈവ സ്നേഹം കൊണ്ട് തീരാൻ പറ്റത്തില്ല. അതുപോലെ ഏറ്റവും നല്ലൊരു ദൈവത്തെ നാം സേവിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ വിശുദ്ധനാ. അതിനേക്കാട്ടിലും കുറവൊരു പ്രത്യേകതയില്ല. തൻ്റെ മക്കൾ വിശുദ്ധരാകണം. രണ്ടാമത്തേത് ദൈവ സ്നേഹമാ. തൻ്റെ മക്കൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. മൂന്നാമത്തേത് ദൈവം വെളിച്ചമാ. നമ്മൾ വെളിച്ചത്തിൽ ജീവിക്കണം, അല്ലേ? ദൈവം സംസാരിക്കട്ടെ, ദൈവമക്കളോട് കൂടെ ദൈവം സംസാരിക്കട്ടെ. നാലാമത്തെ കാര്യം, പ്രേ ആൻഡ് വെയിറ്റ് ഫോർ ദ ഗൈഡൻസ്. ദൈവത്തിന്റെ നടത്തിപ്പിന്, ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഇതിനകത്തൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ മുമ്പിലോട്ട് പോകട്ടെ. ഒരു ദിവസം, ഇപ്പോഴൊന്നും അല്ല, ഒത്തിരി വർഷങ്ങൾക്ക് പുറകിൽ, ഞാനൊരു ബാംഗ്ലൂർ താമസിക്കുന്നത്, അന്ന് താമസിക്കുന്ന വീട്ടിൽ ഞാൻ കാണുക, എൻ്റെ ജനലിന്റെ അകത്തൂടെ, നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ. ഞാനിങ്ങനെ സ്വപ്നം കാണുക, എൻ്റെ ജനലിന്റെ അകത്തൂടെ ഒരു ആനയുടെ തുമ്പിക്കൈ വന്ന് എൻ്റെ ടേബിളിൽ എന്തൊക്കെയോ പരതുന്നു. ഞാനിങ്ങനെ രാത്രി സ്വപ്നം കണ്ടു, ഡിസ്റ്റർബ്ഡ് ആയി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റോടി ഞാൻ നടക്കാൻ വേണ്ടി പോയി, കളിക്കാൻ വേണ്ടി പോയി, കുറച്ച് സമയം എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയി.
അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടാ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. എനിക്കറിയാം ദാറ്റ് ഇസ് എന്തോ ഡിസ്റ്റർബൻസ് വരാനുള്ളത്. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇന്ന് പകല് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിൽ വരിക, ഇന്ന് പകല് തന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വീടിന്റെ ഗേറ്റ് തുറക്കാൻ തുടങ്ങുകയും ഞങ്ങളുടെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഒരു ആന്റി, പുള്ളിക്കാരി ഓടി വന്നിട്ട് എന്നോട് പറയുക, ഞാൻ രാവിലെ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാ, പക്ഷെ പുള്ളിക്കാരി ഓടി വന്ന് എന്നോട് പറയുക, റോയ് ബ്രദർ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, ഞാനത് സ്ക്രീം ചെയ്തു, സ്വപ്നം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞാൻ അലറിക്കരഞ്ഞു, നമുക്ക് ഇന്ന് മുതൽ ഗേറ്റ് അടയ്ക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ കാണുക കള്ളന്മാര് കയറുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടത് എന്തോന്നറിയാമോ? ആന വന്ന് ജനലിൽ കൂടെ എൻ്റെ ടേബിളിൽ പരതുന്നു. ഈ മകൾ എന്നോട് പറയുന്നത് എന്തോന്നറിയാമോ? കള്ളന്മാര് കയറുന്നു, നമ്മൾക്ക് ഇന്ന് മുതൽ ഗേറ്റ് അടയ്ക്കണം. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് മനസ്സിലായി, നമുക്ക് ഇന്ന് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഗേറ്റ് അടച്ചു. പ്രാർത്ഥിക്കുക തന്നെയല്ല, സ്പിരിച്വൽ കാര്യങ്ങളെ സ്പിരിച്വലി അഡ്രസ് ചെയ്യണം, ഫിസിക്കൽ കാര്യങ്ങളെ ഫിസിക്കലി അഡ്രസ് ചെയ്യണം. പൊതുവെ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ചിലർ ഓവർ സ്പിരിച്വലാ. ചിലര് മരുന്ന് എന്തെങ്കിലും രോഗം വന്നാൽ പോലും, ഞാൻ അതിനെ തെറ്റു പറയുകയല്ല, പക്ഷെ ഓവർ സ്പിരിച്വൽ ആകല്ലേ. ഫിസിക്കൽ കാര്യങ്ങളെ ഫിസിക്കലി അഡ്രസ് ചെയ്യണം, സ്പിരിച്വൽ കാര്യങ്ങളെ സ്പിരിച്വലി അഡ്രസ് ചെയ്യണം. കാരണം ദൈവം നമുക്ക് ഫെയ്ത്ത് മാത്രമല്ല തന്നേക്കുന്ന, ബ്രെയിനും കൂടെ തന്നിട്ടുണ്ട്. രണ്ടും കൂടെ യൂസ് ചെയ്യണം. ഫെയ്ത്തും യൂസ് ചെയ്യണം, ബ്രെയിനും യൂസ് ചെയ്യണം. പരിജ്ഞാനത്തോടു കൂടെ ജീവിക്കാനാണ് ദൈവം പറയുന്നത്. റൈറ്റ്? ഞാൻ പറഞ്ഞു, ഗേറ്റ് ഒക്കെ അടച്ചോ, കുഴപ്പമില്ല. പക്ഷെ അന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ പകൽ മൊത്തം പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഗൈഡൻസ് തന്നു. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും, 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. എനിക്കത് മനസ്സിലായി, അത് മാറിപ്പോകുന്നതായിട്ട് എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് മനസ്സിലായി. ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കിയ ദൂരെ ഒരു കുറെ സ്ഥലങ്ങൾ കാണാം, ലേബർ ആൾക്കാർ താമസിക്കുന്ന കാണാം. ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് ഭയങ്കര ബഹളം. അവിടെ തീയൊക്കെ വെക്കുന്നു, വഴക്ക്, അടി, ആരൊക്കെയോ. ഞങ്ങൾ ദൂരെ നിന്ന് കാണുക, ഞങ്ങളുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുക. സോ പെട്ടെന്ന് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ആത്മാ പറയുക, ഇവിടെ വെളിപ്പെടാനുണ്ടായിരുന്ന പ്രോബ്ലം അവിടെ അടിച്ചു പോവുക, അവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി പോവാ. നിന്റെ വീട്ടിൽ കള്ളന്മാരുടെ അറ്റാക്ക് വരാൻ വേണ്ടി ഇരുന്ന പ്രോബ്ലം അവിടെ വേറൊരു രീതിയിൽ മാറിപ്പോവാം. ഒത്തിരി വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ കണ്ണത് തുറന്നു. സ്വപ്നങ്ങൾ കാണുന്നത് ദൈവം നമ്മളെ വാൺ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഗൈഡൻസ് തരിക. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ബോധവൽക്കരിക്കുക. ഇന്ന കാര്യങ്ങൾ നിനക്ക് നേരെ അറ്റാക്ക് വരാനുണ്ട്, യു ഹാവ് ടു പ്രേ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇന്നു മുതൽ ദൈവമക്കൾ സ്വപ്നങ്ങൾ കർത്താവെ കിട്ടുന്നത്, എനിക്കത് മനസ്സിലാക്കാൻ, അത് ഗ്രഹിക്കാൻ, ദൈവം എന്നോട് സംസാരിക്കുന്നത് തിരിച്ചറിയാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും കേൾക്കാമോ ഞാൻ പറയുന്നേ? എല്ലാവർക്കും കേൾക്കാമോ? നിങ്ങൾ സ്വപ്നങ്ങളെ കാണുന്നവരാണോ? കേൾക്കാം. സ്വപ്നങ്ങളെ കാണുമോ നിങ്ങള്? സ്വപ്നം കാണാറില്ല. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം, എനിക്കാണ് ദൈവം തന്നേക്കുന്ന വലിയൊരു ഗിഫ്റ്റാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ചിരിച്ചു. ഈ സ്വപ്നം കാണാൻ വേണ്ടിയുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ദേവദാസന്മാര്, അവർക്കറിയാം എൻ്റെ വീട്ടിൽ വന്ന് കിടന്നാൽ അവർക്ക് സ്വപ്നം തുറന്നു കിട്ടും. അന്ന് അവർ 2-3 ഇന്റർവെല് കഴിഞ്ഞിട്ട് കാണുന്ന പോലെ 2-3 പാട്ടായിട്ട് അവർ സ്വപ്നം കാണും. സ്വപ്നങ്ങൾ ഒരു ഗിഫ്റ്റാ. ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വപ്നങ്ങളെ തുറന്നു തരാൻ. റൈറ്റ്? നമുക്ക് അടുത്ത മുമ്പിലോട്ട് പോവാം. ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക് ഉണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇതൊക്കെ ഒരു ബേസാ. 5ാമത്തെ കാര്യം, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ, കാരണം ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിന്റെ ഡെപ്തിൽ പഠിക്കണം. നാളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശുശ്രൂഷകൾക്കും ജീവിതത്തിനും ഒക്കെ ഇത് പ്രയോജനകരമാവും. 5ാമത്തെ ആ വേർഡ് ഒന്ന് വായിക്കണേ. ഡ്യൂട്രോണമി 13-ാം അധ്യായം, ആവർത്തന പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 6 വരെ. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 6 വരെ. അവൻ പറഞ്ഞ അടയാളം മുന്നേ വായിക്കണം അല്ലെ? 3 മുതൽ വായിക്കാം. എന്താ? നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും
അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്ന് ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിത്രയും. ഓക്കെ, അടുത്ത വാക്യം വായിച്ചോ ടീച്ചർ, 6-ാം വാക്യം കൊണ്ട് വായിച്ചോ, അപ്പൊ ക്ലിയർ ആവും. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലേണം. അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം. റൈറ്റ്. ചില സമയത്ത് പലതരത്തിലുള്ള സ്വപ്നങ്ങളെ നമുക്ക് കിട്ടുമ്പം നമുക്ക് അതിനെ ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ ഇവിടെ ദൈവവചനത്തിൽ പറയുക, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി വരുന്ന ഏത് സ്വപ്നങ്ങളായാലും, ഒരു പക്ഷെ ഒരു വ്യക്തി വന്ന് കണ്ട് നിങ്ങളോട് പറയുന്ന സ്വപ്നമാണെങ്കിലും നിങ്ങൾ കാണുന്ന സ്വപ്നമാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യരുത്. എങ്ങനെയായിരിക്കണം? നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ വിട്ട് മറ്റ് ദൈവത്തെ സേവിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഡീവിയേറ്റ് ചെയ്യാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തെ വിട്ടുവരുന്ന യാതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യല്ലേ. അത് പ്രവാചകന്റെ രീതിയിലായിരിക്കാം, അത് സ്വപ്നക്കാരുടെ രീതിയിലായിരിക്കാം. അത് അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അത് കണ്ടു, റൈറ്റ്? ഇനി അടുത്തൊരു വേർഡ് ഇങ്ങനെ ബൈബിളിൽ സംഭവിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു വേർഡ് വായിക്കാൻ വേണ്ടി പോവാം. യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 25 മുതൽ 32 വരെ. യെരമ്യാവിന്റെ യഹോവയുടെ അരുളപ്പാട്, വായിച്ചു. യഹോവയുടെ അരുളപ്പാട്, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും? അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിക്കുന്നവൻ എന്റെ വചനം വായിച്ചു. എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും. ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ യെരമ്യാവ് പറയുക, യെരമ്യാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, വിഗ്രഹാരാധനയിൽ പാപത്തിൽ കിടക്കുന്ന ഒരു ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മടങ്ങി വാ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വാ, നിങ്ങളുടെ അന്യദൈവ സേവ വിട്ടിട്ട് വിശുദ്ധിയിലേക്ക് നിങ്ങൾ വാ. പക്ഷെ ഇവരെല്ലാം, പല പ്രവാചകന്മാരും പല സ്വപ്നക്കാരും അവരോട് പറഞ്ഞില്ല, നമ്മൾ ഇത് വിട്ടുതിരിയല്ലേ. കാരണം ഇവർക്ക് സ്വപ്നം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ ദേശത്ത് വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികൾ ഇവർക്ക് സ്വപ്നം കൊടുത്തു. ഇവർ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇവരുടെ ആത്മമണ്ഡലം തുറന്നിരുന്നത് കൊണ്ട് അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവർക്ക് കിട്ടിയ സ്വപ്നങ്ങൾ അവർ ദൈവവചനവുമായിട്ട് ഡിസേൺ ചെയ്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഇന്നും സംഭവിക്കുന്നുണ്ട്. ദേശത്ത് വ്യാപരിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ സ്വപ്നത്തിൽ കിട്ടും. നമ്മളെ തിരിച്ചറിയത്തില്ല. എടാ, ദൈവത്തിന്റെ വചനവുമായിട്ട് ഇത് കോൺട്രഡിക്ഷൻ ചെയ്യുന്നതാണോ? എനിക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്, അതെനിക്കറിയാം. റോങ് ഫ്രണ്ട്ഷിപ്പിൽ, റോങ് റിലേഷൻഷിപ്പിൽ പോകാൻ സ്വപ്നം കാണും. ഒരു പക്ഷെ അന്ന് ആള് വിളിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കണം. ദൈവവചനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഇസ് എ ഡീമോണിക് അറ്റാക്ക്. മോശയുടെ വടി താഴെ ഇട്ടാൽ പാമ്പാകും. ഫറവോൻ ചോദിച്ചു, അത്രേ ഉള്ളോ? ഇതുകൊണ്ട് ഒരു കൂട്ടം വടി കൊണ്ടുവന്ന് മന്ത്രവാദികൾ താഴെ ഇട്ടപ്പോഴും പാമ്പായി.
പിശാചിനും അവന് ചില കാര്യങ്ങൾ മനുഷ്യനെ ഡിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനെ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ വിരുദ്ധമായിട്ട് വരുന്ന യാതൊരു കാര്യത്തിലും അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ സ്വപ്നം കണ്ടാൽ രാവിലെ എഴുന്നേറ്റ് നോക്കണം, ദൈവമേ ഈ സ്വപ്നം ദൈവത്തിൽ നിന്നാണോ? ദൈവം ഇങ്ങനെ എനിക്ക് സ്വപ്നം തരുമോ? ചില സ്വപ്നങ്ങൾ കിട്ടുന്നതൊന്നും ദൈവത്തിൽ നിന്നായിരിക്കത്തില്ല. യു ഹാവ് ഡിസേൺ ഇറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു. ചില ബന്ധങ്ങളിൽ പോയി ചാടുന്നത് പറഞ്ഞു, അനാവശ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നത്, അനാവശ്യ സ്ഥലത്ത് പോകുന്നത്, ദൈവഹിതമല്ലാത്ത വഴികളിൽ പോകുന്നത്, ദൈവഹിതമായിട്ട് കണക്ട് ആയതിനെ അതിനെ ആ ബന്ധത്തെ അകറ്റി നിർത്തുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാം. പക്ഷെ അതിനെ തിരിച്ചറിയണം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ചില സ്വപ്നങ്ങൾ ചിലർക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങളാണ് കിട്ടുന്നത് ഒന്നൊന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് കിട്ടുന്നതെന്നൊന്ന് പറയാമോ? സ്വപ്നങ്ങൾ കാണുന്നുള്ളവർ പറഞ്ഞാട്ടെ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സ്വപ്നം കാണുവാന്ന് എനിക്ക് ഡൗട്ട്. എങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് അഥവാ കിട്ടുവാണെങ്കിൽ കാണുവാണെങ്കിൽ നിങ്ങൾ കാണാറുള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ. സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ഓക്കെ. പിന്നെ ചിലപ്പോ ചില കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ എന്തോ ഒരു ഗ്ലിംസ് പോലെ തോന്നും, ഇത് എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു, ഇത് നേരത്തെ നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒന്നും ഓർമ്മയില്ല. ഇനി മുതൽ സ്വപ്നങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, വേറെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണാറുള്ളത്? ഒരിക്കൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ മാത്രം ഒരു ഡ്രീം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ. അതായത് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങണമെന്നൊക്കെ ഉള്ള ഒരു താല്പര്യം വരാൻ മാത്രം ഒരു ഡ്രീം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. അത് ദൈവം സംസാരിക്കുന്നതാ. പക്ഷേ ഞാൻ റഷ്ബദ് പറഞ്ഞ വേർഡ് നിന്നുകൊണ്ട് അതിനോട് ആഡ് ഓൺ ചെയ്യാം. പക്ഷെ പല സമയത്തും നമുക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ദൈവം സംസാരിച്ച വേർഡ് നമ്മൾ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ആ ദൈവദാസൻ അത് തിരിച്ചറിഞ്ഞു. ദൈവം അങ്ങനെ സംസാരിക്കും, ഗൈഡൻസ് തരും. നിങ്ങൾ കണ്ടല്ലോ, ഗൈഡൻസ് തരുന്നത് എത്ര തരത്തിൽ, പ്രൊട്ടക്ഷൻ തരുന്നത്, ഗൈഡൻസ് തരുന്നത്, വിസ്ഡം തരുന്നത്. നമ്മൾ എത്ര നാള് ദൈവം സംസാരിച്ച വാക്കുകൾ തള്ളിക്കളഞ്ഞു കാണും. റൈറ്റ്. വേറെ വേഗത്തിൽ ചില കാര്യങ്ങൾ, ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം വേഗത്തിൽ. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു പാസ്റ്ററെ. ഒരു സ്ത്രീ പണ്ട് കാലത്ത് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഉള്ള ഒരാള് എന്നോട് സംസാരിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ പറയുക. അന്നേരം സംസാരിക്കുമ്പോണ്ടല്ലോ, നമ്മളെ സാധാരണ നമ്മളെ പല്ല് ഇങ്ങനെ ഇറങ്ങി വരും, ഇതിന്റെ കോമ്പോ ഇങ്ങനെ ഇതില്ലേ, ഇരുമ്പിന്റെ ഇതുപോലെ ഇങ്ങനെ വരുക പല്ല് മാത്രം. പിന്നെ അത് കുറച്ച് തീരുമ്പോ പിന്നെ വീണ്ടും അകത്തോട്ട് പോകും. പിന്നെ അതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല്ലിങ്ങനെ ഇറങ്ങി വരും, നീണ്ട് അങ്ങനത്തെ ഒരു സ്വപ്നം. സോ അതൊക്കെ ദൈവസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക, ഡിസേൺ ചെയ്യുക. റൈറ്റ്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നോർമലി ആൾക്കാർക്ക് കിട്ടുന്ന സ്വപ്നങ്ങളെ കുറിച്ചുള്ളതും അതിന്റെ അർത്ഥങ്ങളും. റൈറ്റ്. നമ്മൾ അല്പ കാര്യങ്ങൾ ജനറലി ചിന്തിക്കാൻ വേണ്ടി പോവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്വപ്നത്തിനകത്ത് പാമ്പ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ചിലർക്ക് പാമ്പ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, സ്നേക്കിനെ ഡ്രീംസ് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം. കേട്ടില്ല. ഞാൻ പല പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്, വലിയ പാമ്പ്. ഓക്കെ, പാമ്പ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക, ഇറ്റ് ഇസ് എ ഡീമോണിക് അറ്റാക്ക്. അതിന്റെ പിമ്പിൽ എവിടെയോ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ വാതിലുകൾ ഓപ്പണാ.
വാതിലുകൾ ഓപ്പണാ. ആ പാമ്പിന് കയറി വന്ന് അറ്റാക്ക് ചെയ്യാൻ സ്പിരിച്വൽ ഡോഴ്സ് എവിടെ ഓപ്പൺ ആയി. യു ഹാവ് ടു പ്രേ. അതൊരു പക്ഷെ ജനറേഷണൽ ആയിട്ട് ഓപ്പൺ ആയി കിടക്കുന്നതാകാം. എവിടെയോ ഓപ്പണിംഗ് ഉണ്ട് കയറി വരാൻ. ഡീമോണിക് അറ്റാക്ക്. സ്നേക്സിനെ കാണുവാണെങ്കിൽ. 2, ഈ ആനിമൽസിനെ കാണുന്ന ആൾക്കാരുണ്ട്. എലിഫന്റ്, ടൈഗർ, ഡോഗ്, അതിനകത്തും സ്നേക്കിനെ കാണാം. അല്ലാതെ വൾഗർ ആയിട്ടുള്ള ഡ്രീംസ്, ഇങ്ങനെയൊക്കെയുള്ള ഡ്രീംസ് കിട്ടുവാണെങ്കിൽ ഓർത്തോ, ഇറ്റ്സ് എ സ്പിരിച്വൽ അറ്റാക്ക്. ഈ ഡീമോണിക് അറ്റാക്ക് സ്പിരിച്വൽ അറ്റാക്കിന് നമ്മൾ അല്പം വ്യത്യാസമുണ്ട്. ഡീമോണിക് അറ്റാക്ക് നടക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഓപ്പണിംഗ് വേണം. നമ്മുടെ ലൈഫിൽ തന്നെ കയറി വരാൻ വേണ്ടി നമ്മുടെ ബൗണ്ടറി, ഗേറ്റ്, മതിൽ, ആ വേർഡൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സുരക്ഷയ്ക്കകത്ത് എവിടെയോ ഓപ്പണിംഗ് വന്നു. അത് വരുന്നത് മിക്കവാറും നമ്മൾ തുറന്നു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ട് പറ്റുന്നതായിരിക്കാം, അല്ല നമ്മുടെ പാപനിമിത്തം പറ്റുന്നതായിരിക്കാം. മറ്റേത് സ്പിരിച്വൽ അറ്റാക്ക്. ആ ദേശത്തിന്റെ മേലുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതിന് ദൈവം കാണിച്ചു തരുമായിരിക്കാം. എലിഫന്റ്, ടൈഗർ, ഡോഗ്, സ്നേക്ക്, വൾഗർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വപ്നങ്ങളിൽ കൂടെ കയറി വരുവാണെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വൽ അറ്റാക്ക്. ഞാൻ ഇന്നലെ അടുത്ത വേർഡ് പറഞ്ഞായിരുന്നു. ചില വ്യക്തികൾ ഡ്രസ് ഒന്നുമില്ലാതെ നിൽക്കുന്നത് കാണാം. അവർക്ക് തന്നെ കാണാം. അതിന്റെ പിമ്പിൽ അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡ്രസ് അവരുടെ മാറിപ്പോയി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ മതി. അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന വസ്ത്രം കറ പിടിച്ചു, അഴുക്കായി. അതിന്റെ അർത്ഥം അവർക്ക് ദൈവം കൊടുത്ത അവരുടെ നിത്യത പോലും ചോദ്യം ചെയ്യപ്പെടാം. അവരുടെ നിത്യത പോലും ചോദ്യം ചെയ്യപ്പെടാം. എന്തുകൊണ്ട് ആ വസ്ത്രം പോകാനുള്ളതിന്റെ കാരണം പാപം, സിൻ, ലെസ്റ്റ്, ഇമ്മോറാലിറ്റി, അഡൾട്ടറി, ഡേർട്ടി കാര്യങ്ങൾ, അഴുക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ. ചിലർ കാണാൻ സ്വപ്നത്തിൽ പോയി അഴുക്കെ ചവിട്ടി, കാലയിൽ അഴുക്കായി, കയ്യേൽ അഴുക്കായി. ചിലർ കാണുന്ന ചൊല്ലി കുഴിക്കകത്ത് കിടക്കുന്നതാ. വലിയ കുഴി, ഭയങ്കര കുഴിക്കകത്തുനിന്ന് കിടക്കുന്നു, കേറി വരാൻ പറ്റുന്നില്ല. ഇതിന്റെ പിമ്പിലൊക്കെ സ്പിരിച്വൽ അർത്ഥങ്ങളുണ്ട്. അതിനെ ഡിസേൺ ചെയ്യണം. അടുത്തത്, ചില വ്യക്തികൾ കാണാം വെള്ളം ഒഴുകുന്നത് കാണാം, വാട്ടർ ഫ്ലോ. അതിന്റെ അർത്ഥം നോർമലി അതിന്റെ ആ ഡിസേൺ ചെയ്യണം. ചില വെള്ളം ഒഴുകുന്ന എല്ലാത്തിന്റെയും കാര്യം ഞാൻ പറയല്ല, അതിനെ ഡിസേൺ ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ, പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ, അതിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോവുക, അല്ലെങ്കിൽ ഇറക്കാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ ദൈവം അതിനെ തുറക്കാൻ പോവുക. ചില ആൾക്കാർ കാണാം പക്ഷിയെ പോലെ പറക്കുന്നത് കാണാം. അതിന്റെ അർത്ഥം അവരുടെ മേൽ ഒരു അതോറിറ്റി കിടപ്പുണ്ട്, ഒരു സ്പിരിച്വൽ അതോറിറ്റി കിടപ്പുണ്ട്. എവിടെയോ അവരെ തിരിച്ചറിഞ്ഞു കാണത്തില്ല. ഒരു സ്പിരിച്വൽ അതോറിറ്റി അവരുടെ മേൽ ദൈവം കൊടുത്തു, ചിലതിന്റെ മുകളിൽ കൂടെ പറന്നു പോകാൻ. ചില ആൾക്കാർ ഫുഡ് കഴിക്കുന്ന കാണാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചു പോകും. സ്വപ്നത്തിൽ ഫുഡ് കഴിച്ചു, രാവിലെ എഴുന്നേറ്റപ്പോൾ വയറ് നിറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ആൾക്കാർ, ഡിഫറെന്റ് ടൈപ്പിൽ, ഡിഫറെന്റ് രീതികളിലുള്ള ആൾക്കാരുണ്ട്. അത് സ്പിരിച്വലിയും വരാം, ഡിവൈൻലിയും വരാം, ഡീമോണിക്കലിയും വരാം. ഫുഡ് കഴിക്കുന്നത് ഒരു ഡെലിവറൻസ് നടന്നു കഴിഞ്ഞാൽ ദൈവം അത് സ്വപ്നം തരാം. നിങ്ങളുടെ മേലൊരു ഡെലിവറൻസ് നടന്നു എന്ന് പറഞ്ഞ് സ്വപ്നം തരാം. നിങ്ങൾ കണ്ടല്ലോ. അടുത്തത് ഭാവി കാലത്തേക്ക് സംഭവിക്കാനുള്ള ഒരു ഭയങ്കര കാര്യം ദൈവം ദാനിയേലിന് കൈമാറിയത് സ്വപ്നത്തിലാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന ഓരോ തരത്തിലുള്ള ഡിഫറെന്റ് തരത്തിലുള്ള മെറ്റലുകൾ, അതും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന മരുഭൂമി നിർത്തിയേക്കുന്ന ഒരു വലിയ ബിംബം. ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോവാ. കാരണം ഇതെങ്ങനെ ദാനിയേലിന് ദൈവം കൊടുത്തത്? സ്വപ്നത്തിൽ. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചേക്കുന്നതെല്ലാം
ഇനിയും നടക്കാൻ പോകാനുള്ള രാജ്യത്വവും കൂടെ ഉണ്ട്. ഇനി വരാനുള്ള ഗവൺമെന്റിനെ പോലും ചിത്രീകരിക്കുന്ന ഒരു സ്റ്റാച്യുവാ. ഒന്നാമത്തെ ബാബിലോണിലായിരുന്ന ദാനിയേലിന് കിട്ടുന്ന ആ രാജ്യത്വവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു സ്വപ്നമാണ്. ആദ്യത്തെ മെറ്റൽ അല്ലെങ്കിൽ ആദ്യത്തെ തല കാണിക്കുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയ, തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു തല. അതിനുശേഷം നെഞ്ചും കൈകളും സിൽവറും കൊണ്ടുണ്ടാക്കിയത്. അടുത്തത് തന്നെ അരയും കാലുകളും ഉണ്ടാക്കിയേക്കുന്ന ബ്രാസ് കൊണ്ട്. അതിനുശേഷം അടുത്ത മെറ്റീരിയൽ അയൺ. അതിനുശേഷം അയണും ക്ലേയും കൂടെ മിക്സ്. അതിനുശേഷം തന്റെ കാലിന്റെ പത്തികൾ അല്ലെങ്കിൽ കാലിന്റെ വിരലുകൾ. ഒന്നാമത്തെ രാജ്യത്വം ദാനിയേൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ബാബിലോണാണ്, രാജാവെ അങ്ങ് തന്നെയാ, തങ്കം കൊണ്ടുള്ള തല അങ്ങ് തന്നെയാ, അങ്ങേക്കാണ് ദൈവം സകല പ്രതാപവും തന്നിരിക്കുന്നത്. എന്നിട്ട് ഇനി വരാൻ പോകുന്ന കിങ്ഡം ഉൾപ്പെടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഡെമോക്രാറ്റിക് രീതികൾ തൊട്ട് തുടങ്ങി സകലവും ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്തു. ഇതെങ്ങനെ കാണിച്ചു കൊടുത്തു? സ്വപ്നത്തിൽ. യെസ്, സ്വപ്നത്തിലും ദർശനത്തിലും ദൈവം കാണിച്ചു കൊടുക്കുന്നത് കാണാം. കണ്ടോ? അപ്പം സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണോ? ആണ്. എത്ര ഇമ്പോർട്ടന്റാ! യേശു കർത്താവിന്റെ ജനനം തൊട്ട് തുടങ്ങി തന്നെ യോസഫിനെ മറിയം ഗൈഡ് ചെയ്തത് സ്വപ്നത്തിലാ. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലേ? അയ്യോ, സ്വപ്നങ്ങൾ ദൈവം അങ്ങനെ തരുമോ? അല്ല, ദൈവം സംസാരിക്കുമോ അങ്ങനെ? യെസ്, യു ഹാവ് ടു ഡിസേൺ ഇറ്റ്, യു ഹാവ് ടു പ്രേ. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരും. അടുത്ത വിഷയം അത് യോസഫിന്റെ ചരിത്രമാ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഞാൻ ഇതിൽ നിന്നുകൂടെ മാറുക. റൈറ്റ്. ഇനി ജോസഫിന്റെ ചരിത്രത്തിലേക്ക് കയറുക. എനിക്ക് തോന്നുന്നു ഇന്ന് ജോസഫിന്റെ ചരിത്രം അല്പകാര്യങ്ങൾ തുടക്കമിട്ടിട്ട് നമുക്ക് പോവാം. സമയമുണ്ട്. ഇന്ന് 8:30 വരെ പോവാം. ജോസഫിന്റെ ചരിത്രം തുടക്കമിട്ടിട്ട്. ബ്യൂട്ടിഫുൾ ടോപ്പിക്, ബ്യൂട്ടിഫുൾ. ജോസഫിന്റെ സ്വപ്നം അല്ലെങ്കിൽ സ്വപ്നക്കാരൻ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഒരു ബ്യൂട്ടിഫുൾ കാര്യം. ഇത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവവചനത്തിന്റെ ഭയങ്കര ചില മിസ്റ്ററികൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, മിസ് ചെയ്യല്ല. റൈറ്റ്. ജോസഫ് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് ബൈബിളിൽ എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം. അവിടേക്ക് വാ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 37-ലല്ലേ? യെസ്, 3-ാം വാക്യം തൊട്ട് വായിച്ചോട്ടെ. വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം തൊട്ട്. ഇവിടെ തൊട്ട് നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത്, ചില ചരിത്രങ്ങൾ, ഹിസ്റ്ററി, ആർക്കിയോളജിക്കൽ തിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചേർത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. വായിച്ചാട്ടെ. യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസെഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്,
നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. മതി 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 അവന്റെ sister. സഹോദരൻ മതി. അതും കൂടെ വായിച്ചു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ അവനോട് അസൂയ തോന്നി മനസ്സിൽ സംഗ്രഹിച്ചു. യെസ് യെസ് യെസ്. ഞാൻ ആ വേർഡുകൾ ഒന്ന് സ്ലോലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാ. ജോസഫ് യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. യാക്കോബിന് അന്ന് 11 മക്കളുണ്ട്, അല്ലെ? 11 മക്കളുണ്ട്. സോ യാക്കോബിന് അന്നത്തെ അവരുടെ സിസ്റ്റം അനുസരിച്ച് തൻ്റെ മക്കൾ പലരുണ്ടെങ്കിലും അപ്പന് അതിനകത്തെ ഏറ്റവും ഇഷ്ടപുത്രനെ തെരഞ്ഞെടുക്കാം. അവന് പിൽക്കാലത്ത് അവൻ അപ്പന്റെ ഇഷ്ടപുത്രനായതുകൊണ്ട് അപ്പന് ഒരു കോട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനെക്കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നത്, ഞാൻ ഈ ചരിത്രം ഈ ഒരു വ്യക്തിയുടെ കേട്ടേക്കുന്നത്, ആ ചരിത്രത്തിന്റെ ഏത് ആളുടെ കയ്യിൽ നിന്ന് കേട്ടെന്ന് കൂടെ ഞാൻ പറയാം. ഇന്നത്തെ UN ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന റോൺ ചാൾസ് എന്ന് പറഞ്ഞൊരു വ്യക്തി പഠിപ്പിച്ച ചരിത്രങ്ങളും കൂടെ അതിന്റെ ആർക്കിയോളജിക്കൽ കാര്യങ്ങളും കൂടെ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളോട് കൂടി എടുത്തു പറയുക. 13 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അപ്പൻ അവനൊരു കോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് അവരുടെ ചരിത്രപ്രകാരം അങ്ങനെ. കാരണം ആ മകനെ ആയിരിക്കും അപ്പന്റെ ഇഷ്ടപുത്രനായി തെരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ. അങ്ങനെ ഇഷ്ടപുത്രനായി തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അപ്പന്റെ ഡബിൾ പോർഷൻ, അപ്പന്റെ പോർഷന്റെ അവകാശത്തിന്റെ 2 ഇരട്ടി കാര്യത്തിന് അവൻ അർഹനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. റോൺ ചാൾസ് പറയുന്നത് 13 വയസ്സ് 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിക്ക് അവരുടെ കൾച്ചർ പ്രകാരം അപ്പൻ ഒരു കോട്ട് ഉണ്ടാക്കി കൊടുക്കും. ഒരു വ്യത്യസ്ത കളറിലുള്ള ഒരു കോട്ട് ഉണ്ടാക്കി കൊടുക്കും. ആ കോട്ടിനൊരു പേരുണ്ട്. ആ കോട്ടിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റേജ് കോട്ട്, കോട്ട് ഓഫ് ഇൻഹെറിറ്റേജ്. പാരമ്പര്യമായിട്ട് അപ്പന്റെ 2 ഇരട്ടി അവകാശത്തിന് അർഹതപ്പെടുന്ന കോട്ട. ഈ കോട്ട് കിട്ടിയതോടുകൂടെ ബാക്കിയുള്ള സഹോദരന്മാർക്ക് മൊത്തം അവനോട് ദേഷ്യമായി. ഈ കോട്ട് ജനറലി കൾച്ചർ പ്രകാരം കൊടുക്കുന്നത് 13ാമത്തെ വയസ്സിലാണ്, 12 വയസ്സ് കഴിയുമ്പോഴാണ്. കാരണം ഭാവിയിൽ അവനെ അവകാശിയാക്കാനുള്ളവനാ. അങ്ങനെ അപ്പൻ ഈ കോട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് നിമിത്തം സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? ഇങ്ങനെ ഇരിക്കുമ്പം താൻ 2 സ്വപ്നം കണ്ടു. അത് റെക്കോർഡ് ചെയ്തേക്കുന്നത് 17ാമത്തെ വയസ്സിൽ നിന്നാണ്. 17ാമത്തെ വയസ്സ് താൻ 2 സ്വപ്നം കണ്ടു. അത് 13ാമത്തെ വയസ്സിലാണ് ആ കോട്ട് കൊടുക്കുന്നത്. ജനറലി അത് കൊടുക്കുന്നത്. സ്വപ്നം കണ്ടു, 17ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. ആ വയസ്സ് നിങ്ങൾ എഴുതി വെക്കണം. സ്വപ്നം കണ്ടു. എന്തുവായിരുന്നു സ്വപ്നം? 1ാമത്തെ സ്വപ്നം. ആ സ്വപ്നവും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നാം എല്ലാവരും വയലിലായിരുന്നു. പെട്ടെന്ന് എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. ഭയങ്കര ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് പരേഡിന് നിൽക്കുന്നത് അതുപോലെ എഴുന്നേറ്റ് നിന്നു. ബോൾഡായിട്ട്, കോൺഫിഡന്റ് ആയിട്ട്, അതോറിറ്റിയെ കാണിക്കുന്നതാ. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അതിനകത്ത് തന്നെ പല അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരാൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുക, അതിനെ കാണിക്കുന്നത് അതോറിറ്റി, പവർ. എഴുന്നേറ്റ് നിവർന്നു നിന്നു. മറ്റുള്ള കറ്റകൾ മുഴുവനും തന്റെ കറ്റയെ നമസ്കരിച്ചു, കുമ്പിട്ടു. ഇത് അപ്പനോടും സഹോദരന്മാരോടും പോയി പറഞ്ഞു. സഹോദരന്മാർ ചോദിച്ചു, നീ എന്തോ പറയുന്നത്? നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നമസ്കരിക്കുമോ? നിന്നെ ഞങ്ങൾ കുമ്പിടുമോ? പക്ഷെ ഒന്നാമത് അവനോട് ദേഷ്യമായിരുന്നു. രണ്ടാമത് ഈ സ്വപ്നം കണ്ടതോടുകൂടെ ബാക്കിയും കൂടെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ അവിടെ നിർത്തി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മളെ ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ, അത് സ്വപ്നങ്ങളാകാം, അതേതെങ്കിലും പ്രവചനങ്ങളാകാം, അരുളപ്പാടുകളാകാം, എല്ലായിടത്തും പോയി ഷെയർ ചെയ്യരുത്. നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വിളിച്ചു വരുത്തുക, അടിക്കാനുള്ള വടി വെട്ടി അവന്റെ കൊടുക്കുക. ദൈവം ഹിതമല്ലാത്തടത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമില്ലാത്തടത്ത് പോയി പറയരുത്. മറ്റുള്ളവർക്ക് നമ്മുടെ നന്മകൾ കിട്ടുമ്പോൾ
ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പറയേണ്ടിയിടത്തെ ദൈവം പറയുന്നത് ആലോചന പറയാവൂ. ഇവിടെ ജോസഫ് പോയി സഹോദരന്മാരോട് പറഞ്ഞു, അവർ അവനെ ദ്വേഷിച്ചു. അടുത്തത്, അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ജോസഫ് രണ്ടാമതൊരു സ്വപ്നം കണ്ടു. എന്തുവാ രണ്ടാമത് സ്വപ്നം കണ്ടേ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ ചോദിച്ചു, എന്തുവാ ഞങ്ങൾ എല്ലാവരും നിന്നെ വീണ് നമസ്കരിക്കുമോ? നിന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമോ? നിങ്ങളെ വേർഡ് നോക്കണേ, സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമോ? പക്ഷെ അപ്പൻ ഈ സ്വപ്നം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സഹോദരന്മാർക്ക് എന്ത് തോന്നി? അവനോട് സന്തോഷം തോന്നി. അങ്ങനെയാണ് എഴുതിയേക്കുന്നേ. 11ാമത്തെ വാക്യം, അവന്റെ സഹോദരന്മാർക്ക് അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. അസൂയ. അപ്പൊ നമ്മള് പറയേണ്ടിയിടത്തെ പറയാവൂ. അസൂയ തോന്നി. അപ്പനോ ആ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഒരു ഭയങ്കര ഡീപ്പ് കാര്യങ്ങളിലേക്ക് കയറുക. ഒരു വ്യക്തി ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ 2 സ്വപ്നങ്ങൾ അടുപ്പിച്ച് കണ്ടാൽ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ഒരേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ 2 എണ്ണം കണ്ടാൽ, അത് ഒന്നുകിൽ ഒരേ ദിവസം തന്നെ കണ്ടാൽ, നിങ്ങൾക്ക് മുമ്പിലോട്ട് വരുമ്പോൾ അത് പഠിക്കാം, ദൈവവചനത്തിൽ തന്നെ കിടപ്പുണ്ട്. ഒരു ദിവസം തന്നെ 2 സ്വപ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാൽ അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാ. അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാ. രണ്ടാമത്തെ കാര്യം, 2 സ്വപ്നങ്ങൾ ഒരുപക്ഷെ അന്നത്തെ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അത് സംഭവിക്കാനുള്ളതാണ്. You have to be ready. You have to prepare. നിങ്ങൾ ഈ വേർഡുകളെല്ലാം എഴുതി വെക്കണം. മുമ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരേ രാത്രി തന്നെ 2 സ്വപ്നങ്ങൾ കണ്ടാൽ, 2 സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരേ ബന്ധമുള്ള സ്വപ്നം കണ്ടാൽ അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാ. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഒരു പക്ഷേ അന്നത്തെ ദിവസമായിരിക്കത്തില്ല, അടുത്ത ദിവസം കാണുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിശ്ചയമായി സംഭവിക്കാനുള്ളതാ. യു ഹാവ് ടു പ്രിപ്പയർ. യു ഹാവ് ടു ബി റെഡി. ജോസഫ് ഈ സ്വപ്നം കണ്ടു. സഹോദരന്മാരെല്ലാം ദ്വേഷിച്ചു. എത്രാമത്തെ വയസ്സിലാണ് സ്വപ്നം കാണുന്നത്? 17ാമത്തെ വയസ്സിലാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ ജോസഫ് തന്റെ വീട്ടിലായിരിക്കുക. സഹോദരന്മാർ എല്ലാവരും ഇപ്പൊ എവിടെയാ? സഹോദരന്മാരെല്ലാവരും ആടിനെ തീറ്റേണ്ടതിന് അവർ മറ്റു സ്ഥലത്തിൽ പോയിരിക്കുക. അപ്പൻ ഒരു ദിവസം ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നീ നിന്റെ സഹോദരന്മാരുടെ വിശേഷം അറിയാൻ, അവരുടെ വിശേഷങ്ങൾ അറിയാൻ നീ ആ സഹോദരന്മാരുടെ അടുക്കിലേക്കൊന്ന് പോണം. അപ്പൻ തന്നെ അവിടേക്ക് അയച്ചു. അപ്പൻ അയച്ചത് നിമിത്തം യോസഫ് അവിടേക്ക് പോവുക. ഇതിന്റെ ചരിത്രത്തിൽ പറയുന്നത്, റോൺ ചാൾസ് എന്ന് പറഞ്ഞ വ്യക്തി പഠിപ്പിക്കുന്നത്, ജോസഫ് പോയ സമയത്ത് ആ കോട്ടും കൂടി ഇട്ടോണ്ടാ പോയത്. യഥാർത്ഥത്തിൽ ആ കോട്ട് വർഷത്തിൽ ഒരിക്കൽ ഇട്ടാ മതി, പ്രത്യേക ഫംഗ്ഷൻ ഇട്ടാ മതി. പക്ഷെ ജോസഫ് ഇടയ്ക്കിടയ്ക്ക് ആ കോട്ടിടും. അപ്പൊ സഹോദരന്മാർക്ക് എന്ത് പറ്റും? BP കൂടും. ഈ കോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടത് നിമിത്തം സഹോദരന്മാർക്ക് ഓൾറെഡി അസൂയ. അത് നിമിത്തം അവരിവനെ ദ്വേഷിച്ചു. പക്ഷെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആ കോട്ടിടും. അന്ന് അപ്പൻ ഇവനെ അയക്കുമ്പോൾ ഇവൻ ആ കോട്ടിട്ടുകൊണ്ട് പോയതെന്നാണ് ചരിത്രം. അപ്പൻ ഉണ്ടാക്കി കൊടുത്ത നിലയങ്കി ഇട്ടുകൊണ്ട് പോയി. സഹോദരന്മാർ ദൂരെ ഇവനെ കണ്ടു. അപ്പനില്ലാത്ത സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ സഹോദരന്മാർ ആടിനെ തീറ്റുന്ന മറ്റൊരു സ്ഥലത്താ, അവിടെ വെച്ച് ഇവനെ കണ്ടു. ഇവനെ ദൂരവേ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. ഉടനെ സഹോദരന്മാരെല്ലാം കൂടെ പറഞ്ഞു, ദേണ്ട സ്വപ്നക്കാരൻ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു. ഇവനെ ദൂരെ കണ്ട് തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, ഇവനെ പിടിച്ച് കൊന്നുകളയുക, ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം.
ഞാൻ അവിടെ നിർത്തി ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി പോവാ. എൻ്റെ ആ സ്ലൈഡിന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ സ്വപ്നം ആര് അല്ലെ എങ്ങനെ കിട്ടിയതായിരിക്കും ജോസഫിന്? ജോസഫ് ഒരു ആട്ടിടയന്റെ മകനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ജോസഫ് തന്നെ കണ്ട സ്വപ്നമായിരിക്കുമോ? പുള്ളി എല്ലാവരും നമസ്കരിക്കുന്ന സ്വപ്നം തന്റെ മനസ്സിൽ നിന്ന് വന്ന സ്വപ്നമായിരിക്കുമോ? ആട്ടിടയന്റെ മകന് സ്വപ്നം കാണാൻ പറ്റിയ കൂടിയ ഒരു ഫാം തുടങ്ങുന്നതേ സ്വപ്നം കാണാൻ പറ്റത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല അല്ലേ? അപ്പൊ നാച്ചുറലായിട്ട് അല്ലെ ജോസഫ് കണ്ട തന്നെ, ജോസഫിന്റെ അകത്തുനിന്ന് വന്ന സ്വപ്നമാണോ അത്? നിങ്ങൾ പറഞ്ഞാട്ടെ. ജോസഫിന്റെ അകത്തുനിന്ന് തന്നെ വന്ന സ്വപ്നമാണോ അത്? ദൈവം കൊടുത്തായിരിക്കും. ദൈവത്തിന്റെ വന്ന സ്വപ്നം അല്ല, സ്വപ്നം. ദൈവത്തിൽ നിന്ന് വന്ന, നമുക്കത് അതിലോട്ട് വരിക. അപ്പൊ ജോസഫിന്റെ അകത്തുനിന്ന് വന്ന സ്വപ്നം അല്ല അത്, അല്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, നമ്മൾ മൂന്ന് രീതിയിലുള്ള സ്വപ്നങ്ങളെ കിട്ടുന്നെന്ന് ചിന്തിച്ച്, രണ്ടാമത്തെ കാര്യം, ആ സ്വപ്നം പിശാച് കൊടുത്തതാണോ അല്ലെങ്കിൽ ഡീമോണിക് റിലത്തിൽ നിന്ന് കിട്ടിയതാണോ? അല്ല, അല്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വപ്നം എവിടുന്ന് കിട്ടിയതായിരിക്കും? ദൈവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും, ഡിവൈൻ ആയിരിക്കും. റൈറ്റ്. ഞാൻ അതിനകത്ത് മറ്റൊരു വേർഡ് പറയാൻ പോകും, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യഥാർത്ഥത്തിൽ ആ സ്വപ്നം ജോസഫിന്റെ സ്വപ്നമല്ല, അത് ഡീമോണിക് സ്വപ്നമല്ല, ഡിവൈൻ സ്വപ്നം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ മറ്റൊരു വെളിപ്പാട് ഞാൻ പറയാൻ പോവാ. ആ സ്വപ്നം ദൈവത്തിന്റെ സ്വപ്നമാണ് ജോസഫിനെ കുറിച്ചുള്ളത്. ഓർത്തെ, ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. ഇറ്റ് ഈസ് എ ഡ്രീം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വപ്നമാണ്. ദൈവ സ്വപ്നം കാണുമെന്നല്ല അതിനർത്ഥം, ദൈവത്തിന്റെ പദ്ധതി എന്ന വേർഡിന്റെ അർത്ഥം. ദൈവത്തിന്റെ പദ്ധതി, ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചും ഒരു സ്വപ്നമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് സ്വപ്നമുണ്ട്. റൈറ്റ്. ദേ സഹോദരന്മാരെല്ലാം കൂടെ പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വേഗത്തിൽ പോകട്ടെ. സഹോദരന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇവനെ കൊന്നുകളയണ്ട. രൂപൻ പറഞ്ഞു, ഇവനെ കൊന്നുകളയണ്ട. എന്ത് ചെയ്യാ? ഇവനെ പൊട്ടക്കിണറ്റിലിട്ട് കളയാം. അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലിട്ടു. ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇവനെ ഇടുമ്പം ഈ ചെറുക്കൻ, കൊച്ചു ചെറുക്കൻ, 17 വയസ്സുള്ള ഈ ചെറുക്കൻ കരഞ്ഞു കാണും. എന്റെ ചേട്ടന്മാരെ, എന്നെ ഇടല്ലേ, നമ്മളെല്ലാം ഒരു അപ്പന്റെ മക്കളാ, നമ്മളെല്ലാം ഒരു ബ്ലഡാ, എന്നെ ഇങ്ങനെ പൊട്ടക്കിണറ്റിലിടല്ലേ. അവൻ കരഞ്ഞു നോക്കി. അവരാരും ഒന്നും ശ്രദ്ധിച്ചില്ല, അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഞാൻ ഇനിയും പറയുന്ന വേർഡ് ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. അവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുക, പൊട്ടക്കിണറ്റിൽ കിടക്കുക. സ്വപ്നക്കാരൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നം അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നറിയാമോ? അതുവഴി ഒരു കൂട്ടര് പോകുന്നത് കാണാം. നിങ്ങൾ വായിച്ചിട്ട് പോക്കും. നമ്മൾ ദൈവവചനം പഠിക്കുകയും കൂടെ ചെയ്യല്ലേ. 25-ാമത്തെ വാക്യം. അർത്ഥം അറിയത്തില്ല, കുറച്ച് അടുത്ത ദിവസം, അടുത്ത ആഴ്ച ഈ വേർഡിന്റെ അർത്ഥങ്ങൾ ഞാൻ കണക്ട് ചെയ്തു തരാം. 25-ാമത്തെ വാക്യം. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തന്റെ സഹോദരൻ, ഓർത്തിരുന്നോണെ, മതി 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 മതി, അത്രയും വേർഡ് മതി, അത്രയും വേർഡ് മതി. ഓക്കെ, 28-ാമത്തെ വാക്കും കൂടെ വായിച്ചു. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസേഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ടു. തന്റെ വസ്ത്രം കീറി. ശ്രദ്ധിച്ചേ, ജോസഫ് കിടക്കുമ്പോൾ അതുവഴി ഒരു മിദ്യാന്യ കച്ചവടക്കാർ വരിക. ഗിലെയാദിൽ നിന്ന് വരുന്ന ഒരു മിദ്യാന്യ കച്ചവടക്കാർ പെട്ടെന്ന് ഇവർക്കൊരു ഇവനെ കയറ്റി.
ഇവനെ അവർക്ക് അടിമയായിട്ട് വിറ്റുകളയാം. ഉണ്ട്. നിങ്ങൾ അവിടെ എഴുതി വെച്ചു, അടിമയായിട്ട് വിറ്റുകളയാം. എന്തോ ടീച്ചറെ? നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന്. ഇവിടുത്തെ ആണോ അവിടുത്തെ ആണോ? എന്റെ പ്രോബ്ലം ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമോ? ബ്രേക്ക് ഇടക്കിടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ റൈറ്റ്. നിങ്ങൾ എവിടെ വരെ കേട്ടു? ഈ കിണറ്റ് കിടക്കുമ്പോ ഗിലെയാദിൽ നിന്ന് വരുന്ന മിദ്യാന്യ കച്ചവടക്കാർ വരുന്ന. ഓക്കെ, മിദ്യാന്യ കച്ചവടക്കാർ വരുന്നത് കണ്ടു. ആ കുഴിക്കകത്ത് ജോസഫ് കിടക്കുമ്പോൾ മിദ്യാന്യ കച്ചവടക്കാർ വരുന്നത് കണ്ടു. അവർ ഗിലെയാദിൽ നിന്ന് വരുന്നവരാ. എങ്ങോട്ട് പോകുന്നവരാ? മിസ്രൈമിലേക്ക് പോകുന്നവർ. നിങ്ങൾ ആ വേർഡ് നോട്ട് ചെയ്ത് വെച്ചു, അണ്ടർലൈൻ ചെയ്ത് വെച്ചു. മിസ്രൈമിലേക്ക് പോകുന്നവർ. ജോസഫിനെ ഈ സഹോദരന്മാരാ വലിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? ആ കച്ചവടക്കാര് വരുന്നതിന് മുമ്പേ ഇവനെ പിടിച്ചു ബന്ധിച്ചു. എത്ര വെള്ളിക്കാശിനാ വിറ്റ് കളഞ്ഞ്? 20 വെള്ളിക്കാശ്. എഴുതി വെച്ചോ, 20 വെള്ളിക്കാശ്. 20 വെള്ളിക്കാശിന് അവനെ വിറ്റ് കളഞ്ഞു. ആ കച്ചവടക്കാർ എങ്ങോട്ട് പോകുന്നവരായിരുന്നു? മിസ്രൈമിലേക്ക്. ഞാൻ ഈ പറയുന്ന വേർഡുകളെല്ലാം അടുത്ത ദിവസങ്ങളിൽ കണക്ട് ചെയ്യാൻ. മിസ്രൈമിലേക്ക് പോകുന്ന ഇവനെ എന്തായിട്ട് വിറ്റ് കളഞ്ഞു? അടിമയായിട്ട് വിറ്റ് കളഞ്ഞു. ആ വേർഡ് നോട്ട് ചെയ്തു, അടിമയായിട്ട് വിറ്റ് കളഞ്ഞു. അടിമയായിട്ടാണ് മിസ്രൈമിലേക്ക് വന്നത്. എന്തു പറ്റിയെന്നറിയാമോ? സഹോദരന്മാർ ഇവനുണ്ടായിരുന്ന വസ്ത്രം എടുത്തിട്ട് അതിൽ ഒരു മൃഗത്തിന്റെ രക്തം പുരട്ടി അപ്പന് കൊണ്ടൊന്ന് കാഴ്ചവെച്ചു. എന്നിട്ട് പറഞ്ഞു, ദേണ്ട യോസഫിനെ ഒരു ക്രൂര മൃഗം കടിച്ചു കീറി. വഴിയിൽ വെച്ച് ഈ ഒരു വസ്ത്രം അവൻ ഇട്ടുകൊണ്ട് വന്ന ആ സ്പെഷ്യൽ വസ്ത്രമാണെന്നുള്ളതാണ് താൻ പറയുന്നതും. ആ വസ്ത്രം കൊണ്ട് പ്രസന്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദേണ്ട നിന്റെ മകൻ ജോസഫിന്റെ തന്നെ വസ്ത്രമാണോ നോക്ക്. അതിനെ ഏതോ മൃഗം കടിച്ചു കീറിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ മൃഗമല്ല കടിച്ചു കീറി, ഈ മൃഗങ്ങളെല്ലാം കൂടെ കടിച്ചു കീറിയ. അവനെ കടിച്ചു കീറി. ജോസഫ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് യാക്കോബ് കരയാൻ വേണ്ടി തുടങ്ങി. ഇനി അടുത്ത ചരിത്രത്തിലേക്ക് പോവാ, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിലേക്ക് പോവാ. ഈ ചെറുക്കന് ഇവനെ പിടിച്ചു കെട്ടി. റോൺ ചാൾസ് പഠിപ്പിക്കുന്ന ചരിത്രം ഇപ്രകാരമാണ്. ഒരടിമയ്ക്ക് അവൻ അടിമയാണെങ്കിൽ അന്നേരം മുതൽ അവന് അഡ്രസ് ഇല്ല, പേരില്ല, വീട്ടുപേരില്ല, ഒന്നുമില്ല. അവനെ അറിയപ്പെടുന്നത് ഒരു നമ്പരില. അപ്പൊ ജോസഫിന് ഇനിയിപ്പോ എന്തോ ഉള്ളത്? ഒരു നമ്പരേ ഉള്ളൂ. മൊബൈൽ നമ്പർ അല്ല കേട്ടോ. ജോസഫിന് ഇപ്പൊ ഒരു നമ്പറിൽ അറിയപ്പെടുന്നത്. പേരില്ല, വീട്ടുപേരില്ല, അപ്പന്റെ പേരില്ല. ജോസഫ് ഒരു നമ്പറിൽ അറിയപ്പെടുന്നത്. ജോസഫ് ഇപ്പൊ എവിടെ വന്നു? അടിമയായിട്ട് മിസ്രൈമിൽ വന്നു. ആ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് സോ പവർഫുൾ. അടിമയായിട്ട് മിസ്രൈമിൽ വന്നു. താന് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി മിസ്രൈമിൽ നിൽക്കുക. പല ആൾക്കാര് ഈ അടിമകളെ മേടിക്കാൻ വേണ്ടി വരും. വീട്ടു ജോലിക്ക് മേടിക്കാൻ വരുന്നവരുണ്ട്, കൃഷി സ്ഥലങ്ങളിലേക്ക് മേടിക്കാൻ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടി മേടിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാർ ഈ അടിമ ചന്തയിൽ മനുഷ്യനെ മേടിക്കാൻ വരും. ഇവരൊക്കെ മേടിക്കാൻ വന്നിട്ടും ഈ ജോസഫിനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു ആള് വന്നപ്പം അവർക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു. 36-ാമത്തെ വാക്യം, 37-ന്റെ വാക്യം. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു.
അകമ്പടി നായകനായ പൊത്തിഫർ. ഞാൻ ഈ ചരിത്രങ്ങളും കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കാം. പൊത്തിഫർ, നമ്മള് പൊത്തിഫർ എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായേക്കുന്നത് ഒരു പക്ഷെ ഒരാളുടെ പേരാണെന്ന. യഥാർത്ഥത്തിൽ പൊത്തിഫർ എന്ന് പറയുന്നത് മിസ്രൈമിയ കൾച്ചർ സിസ്റ്റം അനുസരിച്ച് ഒരാളുടെ പേരല്ല. അവിടുത്തെ രാജ്യത്തിന്റെ ഒരു പൊസിഷന്റെ പേരാണ് പൊത്തിഫർ. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പൊത്തിഫർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരല്ല. ഗവൺമെന്റ്, അവിടുത്തെ ആ രാജ്യത്തിന്റെ രാജാവിന്റെ കൂടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പൊസിഷന്റെ പേരാണ് പൊത്തിഫർ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഗവർണർ. ഞാൻ ഇതിന്റെ ചരിത്രം പറയാൻ വേണ്ടി പോവുക. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഞാൻ പറയാൻ വേണ്ടി പോവാ. അവിടെ എന്തോ എഴുതിയേക്കുന്നത് 36-ാമത്തെ വാക്യം, എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായി പൊത്തിഫറിന് വിട്ടു. അവിടെ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, an officer of pharaohs and captain of the guard. അതിന്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോവാ. ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡ് നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം. റൈറ്റ്. അന്ന് ഫറവോൻ മിസ്രൈമിൽ ഭരിക്കുന്നത് ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പേര് നമ്മൾ മനസ്സിലാക്കുന്ന ഫറവോൻ എന്ന രാജാവിന്റെ പേര് നല്ല. ആ രാജാവിന്റെ ആ പൊസിഷൻ ഫറവോ, പക്ഷെ രാജാവിന്റെ പേര് സെൻസറേത്ത് തേർഡ്. രാജാവിന്റെ പൊസിഷൻ, രാജാവിന്റെ പേര് സെൻസറേത്ത് തേർഡ്. ഈ രാജാവ് അവർ വിശ്വസിക്കുന്നത് ഈസ് എ ലിവിങ് ഗോഡ്. അവരുടെ രാജ്യത്തിന്റെ രാജാവിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് ഈസ് എ ലിവിങ് ഗോഡ്, ജീവിക്കുന്ന ദൈവം എന്ന. അടുത്തത് അവരുടെ മിഥോളജി, അവരുടെ കൾച്ചർ പറയാൻ വേണ്ടി പോവാ. റോൺ ചാൾസ് എന്ന് പറയുന്ന UN ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരുന്ന വ്യക്തി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഡോക്ടർ റോൺ ചാൾസ്. റൈറ്റ്. ഇതായിരുന്നു അവരുടെ മിഥോളജി, ലിവിങ് ഗോഡ്. എന്തുവായിരുന്നു അവരുടെ മിഥോളജി? അവരുടെ ജീവിക്കുന്ന ദൈവത്തിന്റെ 10 അടി അടുക്കൽ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. അഥവാ ചെന്നാൽ അവരെ അന്നേരമേ കൊന്നുകളയും, അവന്റെ കഴുത്ത് വെട്ടിക്കളയും. അത് വെട്ടിക്കളയുന്ന 33 പേരടങ്ങുന്ന ഒരു ഗാർഡ്, ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഈ പൊത്തിഫർ. ഇപ്പൊ ജോസഫ് ചെന്ന് കയറിയ ആ പൊത്തിഫർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവിടെ മിസ്രൈമിൽ, ഈജിപ്തിൽ അന്ന് ഭരിക്കുന്ന രാജാവിന്റെ പേര് സെൻസറേത്ത് തേർഡ്. അവരുടെ ഐതിഹ്യം, ആ രാജാവ് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ ജീവിക്കുന്ന ദൈവമാണ്. ആ വ്യക്തിയുടെ 10 അടി അകലത്തിൽ ആർക്കും കയറാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനോ മൃഗത്തിനോ കയറാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ലിവിങ് ഗോഡിന്റെ ഐ ടു ഐ കോണ്ടാക്ട് പറ്റത്തില്ല. ഒരാൾ സംസാരിക്കണമെങ്കിൽ ആ വ്യക്തി കുനിഞ്ഞ് ബൗ ഡൗൺ ചെയ്യണം. കുനിഞ്ഞ് നിന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കണ്ണി നോക്കിയാൽ അവന്റെ തലപോക്ക. 10 അടി അകലത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ അടുക്ക വന്നു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയും. അങ്ങനെ ആ വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, സെക്യൂരിറ്റി കൊടുക്കുന്ന 33 ആൾക്കാരുണ്ട്. അതിന്റെ ഓഫീസറാണ് ഇപ്പൊ നമ്മൾ വായിച്ച ഈ പൊത്തിഫർ. പൊത്തിഫർ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനാണ്, ഒരാളുടെ പേരല്ല. ആ ഓഫീസറിന്റെ അവരുടെ അന്നത്തെ പൊസിഷൻ പറയുന്ന പേരാണ് പൊത്തിഫർ. ജോസഫ് ചെന്നത് ഈ പൊത്തിഫറിന്റെ അടുക്കല. ഈ പൊത്തിഫർ അന്ന് ഭരിക്കുന്ന സെൻസറേത്ത് തേർഡിന്റെ ഫറവോന്റെ ഒരു ബന്ധുവും കൂടിയാണ് ഈ പൊത്തിഫർ. ഈ പൊത്തിഫർ എന്ന് പറഞ്ഞ വേർഡിന് ഇന്നത്തെ ലാംഗ്വേജിൽ അർത്ഥം എന്തോന്ന് അറിയാമോ? ഗവർണർ.
ഗവർണറിന്റെ വീട്ടിലാണ് ജോസഫ് ചെന്നത്. ഈ ഗവർണർ ഫറവോന്റെ ആരാണ്? നിങ്ങൾ കേൾക്കാമോ? ഫറവോന്റെ ഒരു ബന്ധുവാണ്. യെസ്, ഫറവോന്റെ ബന്ധുവാണ്. ഇനി നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത് പോത്തിഫർ ഇസ് എ പൊസിഷൻ. 33 പേരടങ്ങുന്ന ഒരു ഗാർഡ് ഉണ്ട്, അതിന്റെ ഓഫീസറാണ്. നിങ്ങൾ ആ 37-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേർഡ് വായിക്കും, ആ വേർഡ് കിട്ടും. പോത്തിഫർ, an officer of Pharaoh, the captain of the guard. നിങ്ങൾ കണ്ടോ? ഇനി 39-ന്റെ 1 വായിച്ചേ. 39-ന്റെ 1. എന്നാൽ യോസെഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. അവിടെയും കാണാം അകമ്പടി നായകൻ, an officer of the guard. നിങ്ങളെ വേർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 33 പേരടങ്ങുന്ന രാജാവിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ. ആ ഓഫീസറിന് ആ പൊസിഷന് പറയുന്ന പേരാണ് പോത്തിഫർ. യെസ്, ഞാൻ ഇനി മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അന്നത്തെ ഫറവോന്റെ പേര് സെൻസറേത്ത് തേർഡ്, ഈസ് എ ലിവിംഗ് ഗോഡ്. ഐ ടു ഐ കോണ്ടാക്ട് പറ്റത്തില്ല. 10 അടി അകലത്തിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. 10 അടി അടുക്കലേക്ക് ആരെങ്കിലും കയറി ചെന്ന് അവനെ കൊന്നുകളയും. അഥവാ അവൻ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ രാജാവ് പെട്ടെന്ന് അവന് നേരെ പറയണം, അവനെ കൊല്ലണ്ട, അവനെ ലൈഫ് ടൈം എന്റെ പ്രിസണിലാക്കിയേക്ക്, അവനെ ജയിലിലാക്കിയേക്ക്. അതിന്റെ ഫൈനൽ ഡിസിഷൻ രാജാവിന്റെ, അവനെ കൊല്ലത്തിരിക്കണമെങ്കിൽ. റൈറ്റ്, ഇനി അടുത്ത അല്പം ചരിത്രങ്ങൾ പറഞ്ഞു പോവാം. ഈ ഫറവോന്റെ ബന്ധുവായ ഈ പോത്തിഫറിന്റെ വീട്ടിലാണ് ജോസഫ് ചെന്നത്. ജോസഫിനെ ഈ പോത്തിഫർ അടിമയായിട്ട് മേടിച്ചു, വീട്ടു ജോലിക്ക് വേണ്ടി മേടിച്ചു. ഈ പോത്തിഫർ ഫറവോന്റെ ബന്ധുവായിരുന്നത് കൊണ്ട് ആ വ്യക്തി പൊളിറ്റിക്കൽ മാരേജിന് എലിജിബിളാണ്. പൊളിറ്റിക്കൽ മാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, രാഷ്ട്രീയ വിവാഹം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശലോമോൻ എന്ന് പറഞ്ഞ രാജാവ് ഒത്തിരി പൊളിറ്റിക്കൽ മാരേജ് കഴിച്ചായിരുന്നു. കാരണം മറ്റുള്ള രാജ്യത്തെ, ചുറ്റുവട്ടങ്ങളിലുള്ള രാജ്യത്തെ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ ആ രാജ്യത്ത് പോയി അവരോട് ഉടമ്പടി ചെയ്തുകൊണ്ട് അവിടുത്തെ മോളയോ അല്ലെങ്കിൽ പെങ്ങളെയോ ആരെങ്കിലും, രാജാവിന്റെ ആരെങ്കിലും കല്യാണം കഴിക്കും. പിന്നെ യുദ്ധം ചെയ്യണ്ട, പിന്നെ വീട്ടിൽ കിടന്ന് അടിച്ചാൽ മതിയല്ലോ. സോ അതാണ് പൊളിറ്റിക്കൽ മാരേജ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ മാരേജ്. അങ്ങനെ ഈ വ്യക്തി, ഈ പോത്തിഫർ, യോസഫ് വന്നു കയറിയ പോത്തിഫർ ഫറവോന്റെ ബന്ധുവായിരുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ മാരേജിന് എലിജിബിളാണ്. ആ വ്യക്തി വിവാഹം കഴിച്ചേക്കുന്നത് ബാബിലോണിലെ മറ്റൊരു രാജാവിന്റെ മകളെയാ വിവാഹം കഴിച്ചേക്കുന്നത്. നമ്മൾ വായിക്കുന്ന പോത്തിഫറിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ വ്യക്തി മറ്റൊരു ഒരാളെയാ വിവാഹം കഴിച്ചേക്കുന്നത്. എവിടെ നിന്നുള്ള വിവാഹമാ? ബാബിലോണിൽ നിന്നുകൊണ്ടുള്ള ഒരു വിവാഹമാണ്. ആ മകൾ പോത്തിഫറിന്റെ ഭാര്യയുടെ പേര് സെലൂക്ക എന്നായിരുന്നു. സെലൂക്ക. ചരിത്രങ്ങൾ പറയുന്ന ആ വേർഡുകൾ സെലൂക്ക എന്നായിരുന്നു. അവളെ കല്യാണം കഴിക്കുമ്പം, ആര് കല്യാണം കഴിക്കുമ്പം? പോത്തിഫർ കല്യാണം കഴിക്കുമ്പം ആ സെലൂക്കയ്ക്ക് 15 വയസ്സായിരുന്നു. 15 വയസ്സ്. കാരണം രാഷ്ട്രീയ വിവാഹമായിരുന്നു. ഇതൊക്കെ റോൺ ചാൾസ് പറയുന്ന ചരിത്രത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. ഇല്ലില്ല, പോത്തിഫറിന് എത്ര വയസ്സുണ്ടായിരുന്നു അറിയത്തില്ല നിങ്ങളെ. പുള്ളിക്കാരൻ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പോത്തിഫറിന് എത്ര വയസ്സെന്ന് അറിയാം? സെലൂക്ക 15 വയസ്സിന് സെലൂക്ക എന്നായിരുന്നു പോത്തിഫറിന്റെ വൈഫിന്റെ പേര്. ജോസഫ് ആ വീട്ടിൽ ചെല്ലുമ്പം ഇവൾക്ക് 30 വയസ്സായിരുന്നു. ചരിത്രങ്ങൾ പറയുന്ന 30 വയസ്സായിരുന്നു. നിങ്ങൾക്ക് ഏകദേശം ജോസഫ് വളരുന്ന വീടിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി. ഇനി
അടുത്തൊരു സ്ലൈഡും കൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു ജോസഫ് ആ വീട്ടിൽ ചെന്നു. ആരുടെ വീട്ടിലാ? ഗവർണറിന്റെ വീട്ടിൽ ചെന്നു. ഗവർണറിന്റെ വീട്ടിൽ. മിസ്രൈമ്യർക്ക് ഒത്തിരി സിസ്റ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മിസ്രൈമ്യർ സാധാരണ ആൾക്കാരുടെ കൂടെ ആഹാരം കഴിക്കത്തില്ല. അവർക്ക് ആട്ടിടയന്മാരെ അവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട്. അവരുടെ കൾച്ചറിൽ ഉള്ള അനേക കാര്യങ്ങൾ ഈ ജോസഫ് ചെന്ന് നിന്ന വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. ജോസഫ് ഈ വീട്ടിൽ വന്നു. ബൈബിൾ പറയുന്നു ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. അടിമയായിട്ടാ വിറ്റത്, പക്ഷെ ദൈവം അവനോട് കൂടെ ഇരുന്നു. ജോസഫ് ചെന്ന വീടിന്റെ സകലത്തിന്റെയും ഉത്തരവാദിത്തം, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ത് പറ്റിയെന്ന ഓട്ടോമാറ്റിക്കലി അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ജോസഫിന്റെ മേലിൽ വന്നു ആ വീട്ടിലുള്ള സകലത്തിന്റെ ചുമതല. ഞാൻ ആ സ്ലൈഡ് കൂടെ പറഞ്ഞു നിർത്തുക. അപ്പൊ ഒരു ഗവർണറിന്റെ വീട്ടിൽ ഗവർണർ ധരിക്കേണ്ട വസ്ത്രം എന്തുവാണെന്ന് ആര് കണ്ടു? നിങ്ങൾ ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോടൊന്ന് പറഞ്ഞാട്ടെ. ആര് കണ്ടു? ജോസഫ് കണ്ടു. രണ്ടാമത്തേത്, ആ കൾച്ചർ പ്രകാരം കഴിക്കേണ്ട ആഹാരം എന്തുവാണെന്ന് ജോസഫ് കണ്ടു. ഒരു ഗവർണറിന്റെ വീട്ടിൽ മറ്റ് ഗവർണേഴ്സ് വരുമ്പോ അവരെങ്ങനെയാ, ഏത് സ്റ്റാറ്റസിലാ, ഏത് പ്രോട്ടോകോളിലാ, ഏത് സിസ്റ്റത്തിലാ വരുന്നതെന്ന് ആര് മനസ്സിലാക്കി? ജോസഫ് മനസ്സിലാക്കി. നിങ്ങൾ കിട്ടുന്നുണ്ടോ? അപ്പം ഡ്രസ്, കൾച്ചർ, ഫുഡ്, ഇനി തുടർന്ന് അങ്ങോട്ട് പറയാമെങ്കിൽ അവരുടെ ടേബിൾ മാനേഴ്സ് ഉൾപ്പെടെ, അവരുടെ ആഹാര ശൈലികളും ടേബിൾ മാനേഴ്സ് ഉൾപ്പെടെ ആര് മനസ്സിലാക്കി? ജോസഫ് മനസ്സിലാക്കി. ജോസഫ് നിന്ന വീടിന്റെ അകത്തെ അധികാരിയാക്കി ജോസഫിനെ ദൈവം മാറ്റി. എന്ന് വെച്ചാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ആ വീടിന്റെ ചുമതല കൊടുത്തു. ഒന്നോർത്ത് എങ്ങനെയാ കൾച്ചർ, സിസ്റ്റം. ഞാൻ ആ സ്ലൈഡും കൂടെ നിങ്ങൾക്ക് കാണിച്ചു വന്നിട്ട് നിർത്തുക. റൈറ്റ്. ഒന്ന് നോക്കിയേ. അവരുടെ കൾച്ചർ പഠിച്ചു, അവരുടെ ലാംഗ്വേജ് പഠിച്ചു, അവരുടെ ഡ്രസ് കോഡ് പഠിച്ചു, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, പ്രോട്ടോകോൾ, മാനേഴ്സ്, ഈജിപ്തിന്റെ സിസ്റ്റങ്ങൾ മുഴുവനും ജോസഫിനെ ആ വീട്ടിൽ നിർത്തി ദൈവം പഠിപ്പിച്ചു. ഈ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഈജിപ്ഷ്യൻസിന്റെ സിസ്റ്റം. ഈജിപ്ഷ്യൻസ് സാധാരണ ആൾക്കാരുടെ കൂടെ ഇരുന്ന്, മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കത്തില്ല. നിങ്ങൾക്ക് പിന്നീട് കാണാം. അവർക്ക് ഇടയന്മാരെ ഇഷ്ടമല്ല. അവരുടെ വസ്ത്രധാരണം, അവരുടെ ആചാര രീതി, ഇവര് ബഹുദൈവ വിശ്വാസികളാ. ഈജിപ്ഷ്യൻസ് അന്ന് ബഹുദൈവ വിശ്വാസികളാ. ഇവരുടെ ആചാര രീതി എല്ലാം ആര് കണ്ടു? നിങ്ങൾ പറഞ്ഞാട്ടെ. ജോസഫ് കണ്ടു. ആ വീടിന്റെ അകത്ത് ജോസഫ് വളരുക, അവരുടെ മിസ്രൈമ്യ കൾച്ചർ എല്ലാം കാണാൻ. കാരണം അടിമച്ചെറുക്കനാ, അടിമയാണെങ്കിൽ പോലും ആ വീടിന്റെ അകത്ത് റെസ്പോൺസിബിലിറ്റിയും കൊടുത്തു. ആ വീടിന്റെ അകത്ത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഒരിക്കൽ ആ രാജ്യത്ത് ഒരു ഫീസ്റ്റ് നടക്കുക. ഒരു ഫീസ്റ്റ്, അല്പചരിത്രങ്ങളും കൂടെ പറഞ്ഞു പോട്ടെ. ഒരു ഫീസ്റ്റ് നടക്കുക. അത് ആ രാജ്യത്തിന്റെ മിഥോളജി റോൺ ചാൾസ് പറയുന്നതാ. കാരണം താൻ ഭയങ്കര ഹിസ്റ്റോറിയനാ, ആർക്കിയോളജിസ്റ്റ് താനാണ്. താൻ പറയുന്ന പ്രകാരം ആ രാജ്യത്ത് ഒരു ഫീസ്റ്റ് നടക്കുക. ആ ഫീസ്റ്റ് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീസ്റ്റാണ്. കൃഷിയുമായിട്ട് ഉള്ള ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഫീസ്റ്റാണ്. എന്തോ അവരുടെ ഫീസ്റ്റ്. അത് നടക്കുന്നത് എന്നാ? മാർച്ച് മാസം 4, 5, 6, 7 4 ദിവസങ്ങളിലാണ് അവരുടെ ഫീസ്റ്റ് നടക്കുന്നത്. എന്തുവാണ് ആ ഫീസ്റ്റ്?
കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീസ്റ്റ്. അവര് ആ രാജ്യത്തെ രാജാവ് ഈ നടക്കാൻ പോകുന്ന അടുത്ത വർഷങ്ങളിലേക്കുള്ള കൾട്ടിവേഷന്റെ അതിനുവേണ്ടി ചുമതലയിൽ ഗോഡ് ഓഫ് റെയിൻ ഐസിസ് അതിനുവേണ്ടി ആ രാജ്യത്തെ ഒരു ലേഡിയെ തെരഞ്ഞെടുക്കും. ഐസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദേവതയായോ ആ വ്യക്തി ആ രാജ്യത്തെ ഒരു ദേവതയാകുക. ഐസിസ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ പേരല്ല കേട്ടോ ഐസിസ് എന്ന് പറയുന്നത്. സോ അവിടെ പറയാമോ ഈ വലിയ ഫീസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീസ്റ്റ് ആ രാജ്യത്ത് നടക്കുന്ന സമയത്ത് അത് നടക്കുന്നത് മാർച്ച് മാസം 4, 5, 6, 7 ഈ 4 ദിവസങ്ങളിൽ ആ ഫീസ്റ്റ് നടക്കുന്നത്. ആ ഫീസ്റ്റ് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത മാർച്ച് മാസം വരെയുള്ള കൾട്ടിവേഷന്റെ മൊത്തം ഉത്തരവാദിത്തമായിട്ട് ഒരു ദേവതയും ഒരു ദേവനെയും അതായിട്ട് പ്രതിഷ്ഠിക്കാൻ പോവാ. അവരുടെ ഉത്തരവാദിത്തമാണ്. ഇനി അവരുടെ മിത്തോളജിയും കൂടെ ഞാൻ പറയാൻ വേണ്ടി പോവാ. രാജാവ് മഴയുടെ ദേവതയായിട്ട് ഐസിസ് ആയിട്ട് ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കും. രാജാവ് തെരഞ്ഞെടുക്കുന്ന ഈ സ്ത്രീക്ക് ഒരു ഭയങ്കര പദവിയ, ആ രാജ്യത്തെ ഒരു ദേവതയാവുക. അവളെ ഇനി ആൾക്കാർ വർഷിപ്പ് ചെയ്യും. അടുത്ത വർഷങ്ങളിൽ നടക്കുന്ന കൾട്ടിവേഷന്റെ എല്ലാ ഉത്തരവാദിത്വം അവൾക്കാ. തന്റെ തെരഞ്ഞെടുത്ത ആ സ്ത്രീയുടെ എന്തുവാ കേൾക്കുന്നില്ല. ഓക്കെ, എവിടെ വരെ കേട്ടായിരുന്നു ടീച്ചറെ? ഒന്ന് പറയാമോ? രാജാവ് മഴയുടെ ദേവതയായിട്ട് മഴയുടെ ദേവതയായിട്ട് രാജാവാണ് തെരഞ്ഞെടുക്കുന്നത് തന്റെ ബന്ധുവായ പൊത്തിഫേറിന്റെ ഭാര്യയെ. തെരഞ്ഞെടുത്തു. ആ സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പദവിയാ. ഇനിയും അവരുടെ മിത്തോളജി പറയുകയാണ്. ആ സ്ത്രീക്ക് അവിടുത്തെ ഗോഡ് ഓഫ് ഹാർവസ്റ്റ് ഒരു ദേവനാത്. ആ ദേവന്റെ പേര് ഒസൈറസ്. ആ ദേവനായിട്ട് ഒരു പുരുഷനെ തെരഞ്ഞെടുക്കാം. അപ്പം ഗോഡ് ഓഫ് റെയിന് ഒരു ദേവതയാണ്. ഗോഡ് ഓഫ് ഹാർവസ്റ്റിന് ഒരു ദേവനാണ്. ഐസിസ് ആൻഡ് ഒസൈറസ്. ഒസൈറസ് ആയിട്ട് ഗോഡ് ഓഫ് ഹാർവസ്റ്റ് ആയിട്ട് ഈ സ്ത്രീക്ക് ഒരു പുരുഷനെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുക്കുവാണെങ്കിൽ ആ വ്യക്തിയും അവനും ദേവനാകാൻ പോവാ. ആ രാജ്യത്തെ ആൾക്കാർ വർഷിപ്പ് ചെയ്യുന്ന ഒരു ദേവനാകാൻ പോവാ. ഞാനിത് ചരിത്രങ്ങൾ പറയുക. 4 ദിവസത്തേക്കിന് ഈ ദേവതയും ഈ ദേവനും കൂടെ ഒരുമിച്ച് താമസിക്കാം. അവർക്കൊരു കുഞ്ഞു ജനിക്കണം. ആ കുഞ്ഞു ജനിക്കുമ്പോൾ ആ രാജ്യം മൊത്തം സന്തോഷിക്കും. രാജ്യം മൊത്തം ഭയങ്കര പ്രൊഡക്ടിവിറ്റി വരാൻ പോവാ. അടുത്ത കൾട്ടിവേഷൻ ഭയങ്കരമായിരിക്കും. ഈ കുടുംബം ഇവരെ രണ്ടുപേരും ദേവനും ദേവതയുമാക്കുക. ആ രാജ്യം വർഷിപ്പ് ചെയ്യും. നിങ്ങൾ കിട്ടുന്നുണ്ടോ അവരുടെ മിത്തോളജി? യെസ്. ഈ സ്ത്രീക്ക് ആ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. ഈ സ്ത്രീ ആ ദേവനായിട്ട് ആരെ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? ജോസഫിനെ തെരഞ്ഞെടുത്തു. പക്ഷെ ജോസഫ് അത് റിജക്ട് ചെയ്തു. റോൺ ചാൾസ് പറയുന്ന ഇപ്രകാരമാ, ഒരു മിസ്രൈമിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പദവിയാ. പക്ഷേ അവള് തെരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? ജോസഫ്. പക്ഷെ ജോസഫ് അത് റിജക്ട് ചെയ്തു.
റിജക്ട് ചെയ്തു. ജോസഫ് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഞാനൊരു എബ്രായനാ, ഞാനൊരു എബ്രായനാ, എനിക്ക് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ പറ്റുകയില്ല. ഈ സ്ത്രീക്ക് അടുത്ത ദിവസങ്ങളിൽ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കണം. ജനിച്ചെങ്കിൽ മാത്രമേ ഈ സ്ത്രീയും ദേവതയാകത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത കൾട്ടിവേഷന്റെ മൊത്തം ഉത്തരവാദിത്വവും എല്ലാം ഈ സ്ത്രീയുടെ മേലുള്ള. ഈ ഫീസ്റ്റിനുള്ള സമയം കഴിഞ്ഞിട്ടും, റോൺ ചാൾസ് പറയുന്ന ഇപ്രകാരമാ, കഴിഞ്ഞിട്ടും ഈ സ്ത്രീ ജോസഫിനെ അപ്രോച്ച് ചെയ്തു. ജോസഫ് അവിടുന്ന് ഓടിപ്പോയി. ഈ സ്ത്രീക്ക് മനസ്സിലായി അവൾക്ക് ദേവതയാകാനുള്ള ചാൻസ് കൂടെ കഴിഞ്ഞു. ഈ സ്ത്രീ ജോസഫിന് നേരെ അപവാദം പറയാൻ തുടങ്ങി. അപവാദം പറയാൻ തുടങ്ങി. തന്റെ ഭർത്താവ് വന്നപ്പോൾ ഇവനെ ജയിലിൽ ഇടുവാൻ നീ കൊണ്ടുവന്ന എബ്രായൻ എന്നെ അപമാനിക്കേണ്ടതിന് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് അപവാദം പറയുന്നതും, ഏകദേശം എനിക്ക് തോന്നുന്നു 9 വർഷങ്ങൾ താൻ ആ വീട്ടിൽ നിന്നുകൊണ്ട് താൻ ജയിലിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ചെയ്യാത്ത തെറ്റിന്. ജോസഫ് പറയുന്ന ഒരു വേർഡുണ്ട്, ഞാനൊരു എബ്രായനാ, എനിക്ക് ദൈവത്തോട് പാപം ചെയ്യാൻ പറ്റുകയില്ല, എൻ്റെ ദൈവത്തോട് എനിക്ക് പാപം ചെയ്യാൻ പറ്റുകയില്ല. അവിടെ നിന്നുകൊണ്ട് താൻ ജയിലിൽ പോയി. ആ ജയിലിന്റെ ചരിത്രം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയേ പോകുക, കാരണം അതുകൂടെ പറഞ്ഞെങ്കിലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ജസ്റ്റ് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേഗത്തിൽ പറഞ്ഞാൽ, ഇതെല്ലാം ചരിത്രങ്ങളും അവരുടെ മിഥോളജിയുമാണ്. മിഥോളജി. ജോസഫ് ദേവനായിട്ട് ആ സ്ത്രീ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇനി ജോസഫിനെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഒരു ദേവനായിട്ട് ഒസൈറസ് ആയി തെരഞ്ഞെടുത്തത് കൊണ്ട്. ഇനി ജോസഫ് ഒരു ഗവർണറിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് അവൻ പോയി വീണ ജയിൽ ഏതാണെന്നറിയാമോ? ഓൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ജയില. ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജയില. ആ ജയില് ഒരു പൊളിറ്റിക്കൽ പ്രിസൺ ആയിരുന്നു, രാഷ്ട്രീയ ജയിലായിരുന്നു. കൊലപ്പുള്ളികളെ അങ്ങനെയുള്ള ആൾക്കാരെ ഇടുന്ന സിവിലിയൻസിന് വേണ്ടിയിട്ടുള്ള ജയിലല്ലായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയ തടവുകാരെ ഇടുന്ന ജയിലായിരുന്നു. അതിന്റെ തെളിവുകൾ ബൈബിളിലുണ്ട്. അതിന്റെ തെളിവുകൾ. റൈറ്റ്. ഇതും കൂടെ വേഗത്തിൽ പറഞ്ഞു നിർത്തുക. ജോസഫ് പോയി വീണ സ്ഥലത്തെ ആ ജയില് ഉണ്ടായിരുന്ന സ്ഥലം ഓൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾ എഴുതി വെക്കണേ. ഓൻ, ONN, ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജയില. അന്നുണ്ടായിരുന്ന പാലസ് ഉണ്ടായിരുന്നത് ലെക്സോർ അല്ലെങ്കിൽ തീവ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പാലസ് ഉണ്ടായിരുന്നത്, കൊട്ടാരം ഉണ്ടായിരുന്നത്. ജയിലുണ്ടായിരുന്നത് ഏത് സ്ഥലത്താണെന്ന് അറിയാമോ? ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജയിലുണ്ടായിരുന്നത്. ഈ ലെക്സോറും ഓനും തമ്മിൽ 600 മൈലുകൾ ദൂരം യാത്ര ചെയ്യണം. 600 മൈൽസ്, 600 മൈലുകൾ ദൂരം യാത്ര ചെയ്യണം. നിങ്ങൾ കിട്ടുന്നുണ്ടോ? ലെക്സോർ, അവിടെയായിരുന്നു പാലസ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ലെക്സോറിന്റെ മറ്റൊരു പേരാണ് തീവ്സ്. ജയിൽ ഉണ്ടായിരുന്നത് ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ ജയിൽ ഏത് ജയിലായിരുന്നു? രാഷ്ട്രീയ തടവുകാരിടുന്ന ജയില. ആ ജയിലിലാണ് ജോസഫ് വീണത്. എന്തുകൊണ്ട് ആ ജയിലിൽ പോകാനുള്ളതിന്റെ കാരണം താൻ ഗവർണറിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് ആ ഗവർണർ എന്നുള്ള വേർഡൊക്കെ മനസ്സിലായോ? ഗവർണറിന്റെ ദൈവമക്കൾക്ക് കിട്ടുന്നുണ്ടോ? ഗവർണറിന്റെ സ്റ്റാഫ് ആയിരുന്നുണ്ട്. 39-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം. ജോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ, ഞാൻ ആ വേർഡ് എടുത്തു തരാം, കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. രാജാവിന്റെ ബദ്ധന്മാർ, അത് രാഷ്ട്രീയ തടവാണെന്ന് അതിനുള്ള മറ്റൊരു തെളിവ്. രാജാവിന്റെ ബദ്ധന്മാരെ ഇടുന്ന
ജയില, രാഷ്ട്രീയ തടവ. ഈ ജയിലിലാണ് മറ്റ് 2 പേര് വരുന്നത്. 40-ാം അധ്യായം 1-2 വാക്യങ്ങൾ അതുകൂടെ പറഞ്ഞു നിർത്തുക. അനന്തരം മിസ്രൈമ്യ രാജാവിന്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും മിസ്രൈമ്യ രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോന്റെ പാനപാത്രകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ 2 ഉദ്യോഗസ്ഥരോട് കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ ജോസഫ് ബത്തനായി കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. ജസ്റ്റ് ഫിനിഷിംഗ്. കണ്ടോ, ഈ രാജാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേർ, അപ്പക്കാരന്റെ പ്രമാണിയും പാനപാത്രവാഹകനും, അവരും വന്നത് ഏത് ജയിലില? രാജാവിന്റെ ബദ്ധന്മാരെ ഇടുന്ന ജയിലില. അവിടെയാണ് ഇപ്പൊ ആരുള്ളത്? ജോസഫ്. ആ ജയിൽ എവിടെയുള്ളതെന്ന് ചരിത്രം പറയുന്നു? ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. റൈറ്റ്. ഇന്ന് ഇത്രയും മതി, നാളെ ബാക്കി കാര്യം പറയാം. ഈ രാഷ്ട്രീയ തടവിലാണ് ജോസഫ് ആ ജയിലിൽ പോയി വീഴുന്നത്. ഏകദേശം 9 വർഷം താന് ആ പൊത്തിഫറിന്റെ വീട്ടിൽ ജോലി ചെയ്തു. താൻ കൾച്ചർ, ഫുഡ്, സിസ്റ്റം, പ്രോട്ടോകോൾ. കാരണം ഗവർണറിന്റെ വീട്ടിൽ മറ്റ് ഗവർണേഴ്സ് വരും. ഗവർണറിന്റെ സിസ്റ്റം എന്തുവാ, ഗവർണറിന്റെ സ്റ്റാറ്റസ്, ഗവർണറിന്റെ കൾച്ചർ, എല്ലാം മിസ്രൈമ്യ കൾച്ചർ എല്ലാം ഇപ്പോൾ ആര് കണ്ടായിരുന്നു? ജോസഫ്. നിങ്ങൾ മറന്നു പോകല്ലേ. താൻ ഇപ്പം വന്ന് വീണതും ഒരു പൊളിറ്റിക്കൽ പ്രിസണില്ല, ഒരു ജയിലില്ല. ആ ജയിലിൽ കിടക്കുക. പക്ഷെ ആ ജയിലിൽ കിടക്കുമ്പോ അവിടെ എഴുതിയേക്കുന്ന വേർഡ് പ്രകാരമാണ്, ജയിലിന്റെ അധികാരി തന്നെ ആ ജയിലിന്റെ ചുമതലകൾ മറ്റ് തടവുകളിൽ പോയി ആൾക്കാരോട് സംസാരിക്കാനുള്ള ആ ചുമതലയും ആ ജയിലിന്റെ ഉദ്യോഗസ്ഥൻ ജോസഫിന് കൊടുത്തു. അവിടെ എഴുതിയേക്കുന്ന മറ്റൊരു വേർഡുണ്ട്, ജോസഫ് ജയിലിൽ പോകുമ്പോഴും യഹോവ അവനോട് കൂടെ ഇരുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിന്നവരുടെ കൂടെ ദൈവം എല്ലാ നാളും കാണും. ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാ വിശുദ്ധി. ആ ജയിലിൽ ജോസഫ് ചെന്നു. ജയിലിൽ ചെല്ലുമ്പോഴും ദൈവം കാണുമോ? യെസ്. ദൈവത്തിന് പദ്ധതി ഉള്ളവന്റെ കൂടെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും പൊട്ടക്കുഴി വന്നാലും ദൈവം അവന്റെ കൂടെ കാണും. There is a plan and purpose behind that. ഞാൻ ഇന്നിവിടെ കൊണ്ട് നിർത്തുക. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഇതെല്ലാം എന്തിനാ സംഭവിച്ചേ? നമ്മൾ കാണാൻ പോവാ. അടുത്ത ആഴ്ച കാണും. ഇതെല്ലാം എന്തിനാ സംഭവിച്ചേ? ഒരു 3 തലമുറ മുമ്പേ തമ്പുരാൻ ഇത് പറഞ്ഞാൽ ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എടുത്തു തരാം. ഒരു 3 തലമുറ മുമ്പേ ജോസഫിന്റെ അപ്പന്റെ അപ്പൻ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞതാ ഇത് സംഭവിക്കുമെന്ന്. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ കേട്ടോ? യോസഫിന്റെ അപ്പന്റെ അപ്പൻ വല്യപ്പൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു ഇറ്റ് വിൽ ഹാപ്പൻ. ഇതെല്ലാം സംഭവിക്കുമോ? യെസ്, ഇതെല്ലാം സംഭവിക്കും. അത് കണക്ട് ചെയ്യാനാ ഇത്രയും ചരിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, പറഞ്ഞു വരുന്നത്. ഇപ്പൊ ജയിലിൽ കിടക്കുക, രാഷ്ട്രീയ തടവിൽ കിടക്കുക. ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയിലിൽ ചെന്നപ്പോഴും ആര് തന്റെ കൂടെ ഉണ്ടായിരുന്നു? ദൈവം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളുടെ അകത്തും ദൈവത്തിന്റെ വിരലുകൾക്ക് ചലിക്കാൻ പറ്റും. സ്റ്റേജ് നിൽക്കുമ്പോൾ മൈക്കും പിടിച്ച് നിൽക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിന്റെ വിരലുകൾക്ക് ചലിക്കാൻ പറ്റുന്നത്. ഏത് പ്രതിസന്ധികളുടെ അകത്തും ദൈവത്തിന്റെ വിളിയുള്ളവന്റെ മേലിൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഏത് ബുദ്ധിമുട്ടിനകത്തും നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തെ ഇപ്പോഴും 2021 ജൂലൈ മാസം 17-ാം തീയതിയും നമ്മൾ സേവിക്കുന്ന ആ ദൈവത്തെയാണ്. അൽഫയും ഒമേഗയുമായവൻ. ലോകത്തിൽ മറ്റാർക്കും നാളുകളിലെ എന്റെ ഭാവി അറിയത്തില്ല, പക്ഷെ എന്റെ ജനനത്തിനു മുമ്പേ, അതുകൊണ്ട് പൗലോസ് പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ ദൈവം കണ്ടെന്ന്. ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ദൈവം അങ്ങനെ കണ്ടതാ. അങ്ങനെ കണ്ടേ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടു. അല്ലെങ്കിൽ പൗലോസ് പറയുന്ന മറ്റൊരു പേടുണ്ട്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്നെ കണ്ടു. അല്ല, പൗലോസ് പിന്നെ പറഞ്ഞു എന്നെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചോ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചോ അല്ല എന്നെ ദൈവം കണ്ടത്.
എന്നെ എവിടെ കണ്ടു? ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ എന്നെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ദൈവം അങ്ങനെ കണ്ടു. പ്രതിസന്ധിക്കകത്തും ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പദ്ധതികൾ, സ്വപ്നത്തെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമേ. അങ്ങയുടെ സ്വപ്നം, അങ്ങയുടെ സ്വപ്നം ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ തുടർന്ന് നടത്തണമേ. അടുത്ത ആഴ്ച കാണുന്നിടം വരെ അങ്ങയുടെ രക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഇന്ന് ക്ലാസ് കേട്ട എല്ലാ ദൈവമക്കളെയും അടിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ സ്വപ്നങ്ങൾ തുറന്നു വരാം, സ്വപ്നങ്ങൾ തുറന്നു വരാം യേശുവിന്റെ രക്തത്തിൽ. എല്ലാ കർത്താവേ, ഈവിൾ ഡ്രീംസിനെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഡിവൈൻ ഡ്രീംസ് ഇവരുടെ മേൽ തുറക്കുന്നു കർത്താവേ, ഇവരുടെ മേൽ തുറക്കുന്നു. ഇപ്പോൾ തന്നെ സ്വപ്നങ്ങൾ തുറന്നു വരാൻ യേശുവിന്റെ ദാസങ്ങളെ പദവിയിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. തുറന്നു വരാം. ഞങ്ങളുടെ കൃപയിൽ ഇവരെ പൊതിഞ്ഞാട്ടെ. മഹത്വം എല്ലാം എന്റെ ദൈവം എടുക്കണമേ. അങ്ങയുടെ രക്തത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും മറയുന്നു. എല്ലാ സാത്താന്യ ശക്തികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രേക്ക് ചെയ്യുന്നു. കൃപയിൽ പൊതിയണം. ഞങ്ങളുടെ രക്തത്തിൽ ഞങ്ങൾ മറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച കൊണ്ട് ഈ ക്ലാസ് കഴിയും. വെള്ളി ശനിയും കൊണ്ടുകൂടെ ഒരാഴ്ചയും കൊണ്ടുകൂടെ ക്ലാസ് കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ 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 ബൈ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. താങ്ക് യു എല്ലാവരും.